നമ്മുടെ എറണാകുളത്തുള്ള 2 മലയാളികൾ സ്വന്തമായിട്ട് ലിറിക്സ് എഴുതി ഒരു സോങ് അങ്ങോട്ട് ഇറക്കി. അതങ്ങോട്ട് കത്തി കയറിക്കൊണ്ടിരിക്കുകയാണ്. ലൈക്ക് ഫിഫ എനിക്കൊരു കോൺട്രാക്ട് തന്നെ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു ഐഡിയയിൽ എഴുതിയതാണ്. എനിക്കിത് എഴുതിയപ്പോൾ തന്നെ മനസ്സിലാവും, ഓക്കെ ഇത് സംഭവം വേറെ ലെവലിലേക്ക്, ഇതൊന്നും സംഭവം സീനായിട്ട് ഒരു ലൈക്ക് ഇന്റർനാഷണൽ ലെവലിൽ ഫിഫ വരെ മെൻഷൻ ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു ലെവലിലേക്ക് പോകുന്ന മനസ്സിലായി. ഞങ്ങൾ ഫസ്റ്റ് ടേക്കിലാണ്, രണ്ടാമത്തെ ടേക്കിൽ പഞ്ചും ചെയ്ത് ലൈക്ക് കംപ്ലീറ്റ് ഇതാണ്. ശരിക്കും ആ ഒരു ഫിഫയുടെ ആ ഒരു ഫീല് ശരിക്കും എല്ലാ സോങ്ങുകളിലും വെച്ച് ഞങ്ങളുടെ സോങ്ങിന് കിട്ടിയെന്ന് പറഞ്ഞാൽ അങ്ങനെയായിരുന്നു ഞങ്ങൾക്ക്. അതിൽ ഫിഫയുടെ ഒഫീഷ്യൽ പേജിൽ മെൻഷൻ വന്നിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം 6 ലെവലിലും ആൾക്കാർ അത് വാച്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ എന്റെ ഈ വിത്തൗട്ട് മീ ഇറങ്ങിയപ്പോഴാണ് ഒറ്റയടിക്കാണ്, ഒറ്റ ദിവസം കൊണ്ട് 1 million 2 million അടുത്തായത്. FCC will let me be me, so let me see. It's Vidano MCV, but I feel so MC without me. Actually ഫുട്ബോൾ സ്റ്റേറ്റ് പ്ലെയർ ആണ്. ഞാൻ ക്ലാസിക്കൽ ചെയ്യും, ആർട്സ്, അങ്ങനെ എല്ലാത്തിലും ഞാനുണ്ട്. പക്ഷെ ചെയ്യാത്തതിന്റെ ലിസ്റ്റ് പറഞ്ഞാൽ മതി, അതാവുമ്പോൾ കുറവായിരിക്കും. ട്രാക്ക് ചെയ്തിടുമ്പോൾ ഞാൻ എൻ്റെ അല്ലാണ്ടുള്ള ഫ്രണ്ട്സിനോടാണെങ്കിൽ ഞാൻ ഇങ്ങനെ ചോദിക്കും, എടി ഞാനിതിങ്ങനെ ഇടട്ടെ എന്ന് പറഞ്ഞപ്പോൾ നിന്നെ കൊണ്ട് പറ്റണ കാര്യമാണോ അങ്ങനെ ചോദിച്ചവരുണ്ട് എൻ്റെ അടുത്ത്. ഒരുപാട് പേര് അപ്രോച്ച് ചെയ്തു, ആർക്കും എന്റെ വിഷൻ കറക്റ്റ് കത്തിയില്ല എന്ന് തോന്നുന്നു. എല്ലാവരും റിജക്ട് ചെയ്യലുണ്ടായത് വേണ്ടെന്നുള്ള ഇതിൽ. ഇതിനേക്കാൾ ഞാൻ എൻജോയ് ചെയ്യണം ശരിക്കും പറഞ്ഞ മെലഡീസ് ആണ്. കണ്ണടക്ക് മുൻപ് കൺമറഞ്ഞു പോയവർക്ക് ഇതെന്ത് ഭാഗ്യം, ഞാൻ ചരമഗീതമ കുറിച്ച കവിത അരമില്ലാതെ ഒറ്റയ്ക്ക് ജീവനെ വെറുത്ത് സ്വയം നിരമ്പിൽ ഇരുമ്പ് ദൂരം മറഞ്ഞു രൂപി പോലെ നിരപരാധികൾ ഞാനീ കാണും. ധനീത്രോചന കടലൊഴുകുന്നൊരു തീരവുമായി ഒന്നിച്ചൊന്നായി ദൂരെ. നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ 2 അതിഥികളുണ്ട്. ഈ അതിഥികൾ എനിക്ക് വളരെ വളരെ സ്പെഷ്യലാണ്. എനിക്ക് മാത്രമല്ല, ഇപ്പം നമ്മുടെ മലയാളികൾക്ക് ഓരോരുത്തർക്കും വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള 2 പേരെയാണ് പിടിച്ചോടത്ത് കൂടെ ഇരുത്തിയേക്കണേ. ഇപ്പം നമ്മുടെ വേൾഡ് കപ്പിന്റെ സമയമാണ്. ഇപ്പോൾ ഫിഫ വേൾഡ് കപ്പ് തകർക്കുന്നു. എല്ലാ വർഷവും നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് വേൾഡ് കപ്പിന്റെ ടൈറ്റിൽ സോങ് എന്തായിരിക്കും എന്നാണ്. അങ്ങനെ എല്ലാ വർഷവും ഓരോന്ന് ഇറങ്ങി വരുന്നു. ഈ വർഷം ഇറങ്ങി. പക്ഷേ ഇതിൻ്റെയൊക്കെ ഇടയിൽ കൂടി 2 മലയാളികൾ, നമ്മുടെ എറണാകുളത്തുള്ള 2 മലയാളികൾ സ്വന്തമായിട്ട് ലിറിക്സ് എഴുതി ഒരു സോങ് അങ്ങോട്ട് ഇറക്കി. അതങ്ങോട്ട് കത്തി കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ ഫിഫയുടെ ഒഫീഷ്യൽ പേജിൽ വരെ മെൻഷൻ ചെയ്തിരിക്കുന്നു. ഒരുപാട് ഓഫറുകൾ ഇപ്പൊ ഇവരെ തേടി വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ എന്തായാലും നമുക്ക് അവരെ വെൽക്കം ചെയ്യാം. അനാമിക ആൻഡ് AJ, വെൽക്കം ടു അവർ ഷോ. എന്തായാലും ഒരുപാട് സന്തോഷം ബ്രോ. എന്തായാലും നിങ്ങളെ കാണാൻ പറ്റിയതിലും നിങ്ങളുടെ കഴിവ് ഞങ്ങൾക്കൊക്കെ ആസ്വദിക്കാൻ പറ്റിയതിലും. ഇതെങ്ങനെയാണ് ഈ പ്ലാൻ ആരുടെയായിരുന്നു? പ്ലാൻ ശരിക്കും പറഞ്ഞാൽ അനാമിക എനിക്കൊരു മെസ്സേജ് അയച്ചു, ഇങ്ങനെ നമുക്ക് ഫിഫയുടെ ഒരു സോങ് ചെയ്താലോ എന്നുള്ളൊരു ഇതിൽ. അപ്പോൾ ആ കാര്യത്തിൽ ഒരു ജസ്റ്റ് ഒരു മെസ്സേജ് പോലെ ഞാൻ കണ്ടത്. പക്ഷേ ഇതൊരു ഐഡിയ എൻ്റെ ഫ്രണ്ട് VY, എൻ്റെ അയർലൻഡിലാണ് ഇപ്പോൾ ഉള്ള ഫ്രണ്ടാണ്, വൈഷ്ണവ്. അവൻ്റെ അടുത്ത് ഈ ഐഡിയ കൊടുത്തപ്പോൾ അവനൊരു സാധാ സോങ് ഒരു ആന്തം പോലെ പരിപാടി, എൻ്റെ ബീറ്റിൻ്റെ മെയിൻ ഒരു സോൾ അതാണല്ലോ, ബീറ്റ് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ കരുതി ഓക്കെ ഇതൊരു വലിയ പരിപാടി, ലൈക്ക് ഫിഫ എനിക്കൊരു കോൺട്രാക്ട് തന്നെ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു ഐഡിയയിൽ എഴുതിയതാണ്. അപ്പോൾ അങ്ങനെ ഒരു ബിഗ് സ്കോപ്പ് പരിപാടിയായിട്ട് ചെയ്തു. നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്തു. ഫിഫ എനിക്കൊരു വർക്ക് ചെയ്താൽ ഞാൻ അന്നെങ്ങനെ ഉണ്ടാവും ആഗ്രഹിക്കാല്ലേ. അപ്പൊ അങ്ങനെ ഒരു സംഭവം ചെയ്തതാണ്. ഓക്കെ, ബ്രോ ആണോ ലിറിക്സ് എഴുതിയത്? അതെ, എഴുതിയത്. ഓക്കെ, അപ്പൊ അനാമികയുടെ എൻട്രി എങ്ങനെയായിരുന്നു? അപ്പൊ ഞാൻ ആലോചിക്കുന്നത്, അപ്പൊ ഈ ഒരു പോർഷൻ ഞാൻ ആദ്യം എഴുതിയപ്പോൾ തന്നെ അനാമികയുടെ പോർഷൻ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. എന്നിട്ട് അതിന്റെ പുറത്തൊരു എൻ്റെ റാപ്പ് പോർഷൻ എനിക്ക് എഴുതണമെന്നുണ്ടായില്ല. അപ്പൊ അതിന്റെ ആ ഒരു അനാമിയുടെ പോർഷൻ വെച്ചിട്ട് ഹുക്കും പരിപാടിയും വെച്ച് ഇതിനൊന്ന് ലൈക്ക് മാക്സിമം ഒന്ന് പുഷ് ചെയ്യാന്നുള്ളത്. ഇത് ഇവിടെ ചെയ്തെടുത്താൽ സീനായിരിക്കും, നമുക്ക് പുൾ ഓഫ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ലായിരുന്നു. കാരണം കണ്ടൻസർ മൈക്ക് എക്സ്പീരിയൻസ് പോലും ഇല്ലാതെ അനാമിക ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ ഞങ്ങളെല്ലാവരും ഞെട്ടിച്ച്, നിങ്ങളിപ്പോൾ കേൾക്കുന്ന ഫസ്റ്റ് ടേക്കിലാണ്, രണ്ടാമത്തെ ടേക്കിൽ പഞ്ചും ചെയ്ത് ലൈക്ക് കംപ്ലീറ്റ് ഡൺ. ആക്ച്വലി എനിക്ക് ഇതൊരു എന്താ പറയാ ഡ്രീമാണ്. ഇവരും അത് പ്രതീക്ഷിച്ചിരുന്നു. കാരണം ഇതുവരെ ഞാൻ മൈക്കിന്റെ ഫ്രണ്ടിൽ നിന്നിട്ടില്ല. അപ്പൊ ആദ്യമായിട്ട് മൈക്കിന്റെ ഫ്രണ്ടിൽ നിന്ന് പാടിയത് അതും ഫസ്റ്റ് ടേക്കില്. അങ്ങനെ തന്നെ ഇവര് ഓക്കെ പറഞ്ഞു, ഓക്കെ സെറ്റാണ് അങ്ങനെ പറഞ്ഞു. ഞാനും ആകെ ഞെട്ടിപ്പോയി. ഇവരാണല്ലോ നമുക്ക് ഇപ്പൊ എനിക്ക് ആദ്യം ഒരു പേടിയുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ പാടി വരുമ്പോ ചിലപ്പോ ഇവര് എങ്ങനെ എടുക്കും, എത്ര ടേക്ക് പോവും, അങ്ങനെയൊക്കെ ഒരു പേടിയുണ്ടായിരുന്നു. പക്ഷെ ഇത് ഫസ്റ്റ് ടേക്ക് പാടിയപ്പോ തന്നെ എടുത്താ ഓക്കെ അങ്ങനെ പറഞ്ഞു. നമുക്ക് ഞാൻ ഓൾറെഡി റെക്കോർഡിംഗ് സെഷന് പോകുന്നത് എന്നെ മനസ്സിലായി ഇന്ന സമയം ഇത്ര. അപ്പൊ അനാമിക്കാണ് ഏറ്റവും കൂടുതൽ സമയം. ഞാൻ ഓക്കെ ഇവർക്ക് എന്തായാലും ഫസ്റ്റ് ടൈം, പൊതുവേ അങ്ങനെയാണല്ലോ, ഒരു ഇത്ര സമയം എടുക്കും ഒരു ഫസ്റ്റ് ടൈമർക്ക്. പക്ഷേ എല്ലാവരും ഞങ്ങളുടെ റെക്കോർഡിംഗ് മാനേജറൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് പുറകിലേക്ക് നോക്കിയിട്ട് എങ്ങനെ ഫുൾ ഓഫ് ചെയ്തെന്നുള്ളതാണ്. ഫസ്റ്റ് ടൈം വന്നിട്ട് വീട്ടിലേക്ക് അവളുടെ മെയിൻ സ്ഥിരം ശൈലി പോലെ തന്നെ പാടി എല്ലാവരും എത്തിച്ചളഞ്ഞു.
ഞെട്ടിച്ചളഞ്ഞു. അപ്പൊ തന്നെ മനസ്സിലായി സംഭവം വേറെ ലെവലായിക്കോന്നു. സെറ്റായത്. ഈ നമ്മൾ ഒരു വർക്ക് ചെയ്തിട്ട് ഇപ്പൊ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു പരിപാടി ചെയ്തിട്ട് നമുക്കറിയില്ല ഇത് എത്രത്തോളം സക്സസ് ആവുന്നു. ചിലപ്പോൾ അങ്ങ് ചുമ്മാ ഇട്ടേക്കാം. പിന്നെ ആൾക്കാർ കണ്ടു കഴിഞ്ഞിട്ട് അഭിപ്രായങ്ങൾ വരുമ്പോഴാണ് നമ്മൾ മനസ്സിലാവണം ഇത് വർക്കായെന്ന്. ഇത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള മൊമെന്റുകൾ എന്തായിരുന്നു? ഇത് പോസ്റ്റ് ചെയ്യുന്ന കാര്യം കോമഡിയാണ്. കാരണം വെച്ചാൽ ഇത് നമ്മൾ ഇതിന്റെ ഡെമോ ഇറങ്ങിയപ്പോൾ തന്നെ നമ്മൾ ഓൾറെഡി ബിഗ് ലേബിൾസിനും പരിപാടികളൊക്കെ അപ്രോച്ച് ചെയ്തു. നമുക്ക് ഇതിന്റെ വിഷയം എനിക്ക് ഇത് എഴുതിയപ്പോൾ തന്നെ മനസ്സിലാവും ഓക്കെ ഇത് സംഭവം വേറെ ലെവലിലേക്ക് ഇതൊന്നും സംഭവം സീനായിട്ട് ഒരു ലൈക്ക് ഇന്റർനാഷണൽ ലെവലിൽ ഫിഫ വരെ മെൻഷൻ ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു ലെവലിലേക്ക് പോകുന്ന മനസ്സിലായി. ഞങ്ങൾ ഒരുപാട് പേര് അപ്രോച്ച് ചെയ്തു. ആർക്കും അതിന്റെ വിഷൻ കറക്റ്റ് കത്തിയില്ല എന്ന് തോന്നുന്നു. എല്ലാവരും റിജക്ട് ചെയ്യലുണ്ടായത് വേണ്ടാന്നുള്ള ഇതിൽ. അപ്പൊ നമ്മൾ ആലോചിച്ച് വൈ നോട്ട് സ്ഥിരം നമ്മളെപ്പോഴും വേറെ ഒന്നും വേണ്ട. ഇപ്പോൾ ഓൾറെഡി വൈകിപ്പോയി പാട്ട് എഴുതിയപ്പോൾ ലിറ്ററലി ഒരാഴ്ച 2 ആഴ്ച മുമ്പ് പാട്ട് എഴുതി റെക്കോർഡിങ് കഴിഞ്ഞ് വന്നത്. അപ്പൊ ഔട്ട് കിട്ടിയപ്പോൾ ഫിഫ തുടങ്ങാറുമായി വൈകിപ്പോയല്ലോ എന്നുള്ളൊരു ഇത് വന്നപ്പോൾ നമുക്ക് തന്നെ ഒന്ന് ചുമ്മാ ഒരു വീഡിയോ ഇറക്കാം കാണുന്നവർ കാണട്ടെ എന്നുള്ള രീതിയിൽ. പക്ഷെ ഇപ്പൊ എല്ലാവരും സ്വീകരിച്ചു. പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ വന്ന ഇത് എത്ര മണിക്ക് ഏകദേശം പോസ്റ്റ് ചെയ്തേ? വൈകുന്നേരം എനിക്കാണെങ്കിൽ വീഡിയോ കിട്ടിയപ്പോ തന്നെ എന്റെ കൂട്ടുകാരനെ വിളിച്ചിട്ട് ചുമ്മാ ഫിഫയുടെ ഒരു കട്സും ഞാൻ സെൽഫി വീഡിയോ സെൽഫി വീഡിയോ അയച്ചു. ഞങ്ങൾ രണ്ടറ്റത്താളോ ഞങ്ങളിപ്പോ ഇതും കൂടെ കൂട്ടി 4ാമത്തെ തവണ ഞങ്ങൾ നേരി റെക്കോർഡിങ്ങിന് കണ്ടു. പിന്നെ ഇതിനു മുമ്പ് ഒരു 2 ഇന്റർവ്യൂ അതിന് വേണ്ടിട്ട് കണ്ടു. ഇത് കഴിഞ്ഞിട്ട് അങ്ങനെ മൊത്തം ഞങ്ങളിപ്പോ ഒരു 4 തവണ കണ്ടിട്ടുള്ളൂ നേരിട്ട്. എല്ലാം ഞങ്ങള് ഫോൺ വഴിയാണ്. എന്തെങ്കിലും ഡിസ്കസ് ചെയ്യണമെങ്കിലും എന്തെങ്കിലും സജഷൻ ആണെങ്കിലൊക്കെ അങ്ങനെ നമുക്കെന്നാ ഇടാലോ. അപ്പൊ നമുക്ക് എന്തായാലും ഇനി വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഞങ്ങൾ പറഞ്ഞ എന്നാ റീലെങ്കിൽ റീല് ഇട്ടേക്കാം. ഞാൻ വീട്ടിലിരുന്ന് ഒരു സാധാ വീഡിയോ എടുക്കണ പോലെ എടുത്തു. ചേട്ടനും അതേപോലെ എടുത്തു. ഞങ്ങള് ജസ്റ്റ് ഫിഫയുടെ ആണല്ലോ അപ്പൊ നമ്മൾ ചെയ്യുന്ന അപ്പൊ അതിന്റെ ഒരു ബാക്കി വീഡിയോ എന്റെ എല്ലാ വീഡിയോ ചെയ്തേക്കണം അലന്നുകൊണ്ട് ഷൗട്ട് അലൻ അവൻ വീഡിയോ നേരെ ചെയ്തു തന്നു. അപ്പൊ നേരെ ഓക്കെ എന്ന് പറഞ്ഞ് ഇട്ട് നേരെ ഇട്ട് ഇത് ഇട്ട് കഴിയുമ്പോൾ നമ്മള് കുറച്ച് നമ്മൾ റീഫ്രഷ് ചെയ്ത് നോക്കില്ല ആൾക്കാർ കാണുന്നുണ്ടോന്ന്. അത് എപ്പോഴാണ് ഇത് റീച്ച് കയറി തുടങ്ങിയത്? അത് ഇട്ടപ്പോ തന്നെ അതാരും ഇവരാരും പ്രതീക്ഷിക്കണില്ല. ഇങ്ങനെ ഒരു മലയാളീസിന്റെ അടുത്ത് നിന്ന് ഇങ്ങനെ ഒരു സോങ് പ്രതീക്ഷിക്കണില്ല. അപ്പൊ ഇവരെന്നൊക്കെ ഒരു വണ്ടർ അടിച്ചിട്ട് അതായത് ഇപ്പൊ നമ്മൾ ആ താഴെയുള്ള വീഡിയോ ഞങ്ങളെ കാണണ്ട താഴെയുള്ള ഒരു ജസ്റ്റ് വീഡിയോ കാണുമ്പോ തന്നെ അവർക്ക് രോമാഞ്ചം വന്നു തുടങ്ങി. അങ്ങനെ എനിക്ക് കൂടുതൽ മെസ്സേജ് വരുന്നത് എങ്ങനെയാ സത്യമായിട്ട് പാട്ട് കിട്ടുമ്പോ ശരിക്കും രോമാഞ്ചം വന്നേ. ശരിക്കും ആ ഒരു ഫിഫയുടെ ആ ഒരു ഫീല് ശരിക്കും എല്ലാ സോങ്ങുകളിൽ വെച്ച് ഞങ്ങളുടെ സോങ്ങിന് കിട്ടിയെന്ന് പറഞ്ഞാൽ അങ്ങനെയായിരുന്നു ഞങ്ങൾക്ക് കമന്റ്സ്. റിക്വസ്റ്റിലാണ് ഇതെങ്ങനെയെങ്കിലും റിലീസ് നിങ്ങൾ ചെയ്യണം. കാരണം ഞങ്ങൾ റിലീസ് ചെയ്യണതിന് മുന്നാണ് ഞങ്ങൾ ആ വീഡിയോ ഇട്ടത്. അപ്പൊ ഇതെങ്ങനെയാണ് നിങ്ങൾ റിലീസ് ചെയ്യണം കാണണം അങ്ങനെ പറഞ്ഞു. ഈ ആളുകൾ പ്രതീക്ഷിക്കുന്നില്ല എന്ന് പറയുന്ന പോലെ ഇത് കണ്ടിട്ട് വിശ്വസിക്കാതിരിക്കുന്ന ഒരു അവസ്ഥ ഒന്നുമില്ല. ഇത് നിങ്ങളാ ചെയ്തതെന്ന്. എല്ലാരും ഒരു കവർ പാടുന്ന രീതിയിലാണ് അങ്ങനെ എല്ലാവരും പ്രതീക്ഷിച്ചത്. അങ്ങനെയാ ഓൾറെഡി ഞാൻ അങ്ങനെയാണല്ലോ ചെയ്തിടുന്നത്. കൂടുതൽ റാപ്പുകൾ ഞാൻ പലവരുടെയും കവർ ചെയ്തിട്ടാണ് ഞാൻ. അപ്പൊ ഇവരെല്ലാവരും പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണ് ഞാൻ ഇവരറിയാത്ത പാട്ടാണ് അങ്ങനെയാണ് ഇവർ വിചാരിക്കണേ. പക്ഷെ ഈ ഒരു വോയിസ് അല്ലെങ്കിൽ ഇപ്പൊ ചേട്ടന്റെ പാട്ട് കഴിഞ്ഞിട്ടാണ് എൻ്റെ ഒരു സെക്ഷൻ വരുന്നത്. ചേട്ടനാണെങ്കിൽ ഓക്കെ ആ ഒരു ഇതായിരുന്നു. എന്റെയും കൂടെ ഇന്റർവ്യൂടെ എങ്ങനെ ഒരു ഫീമെയിലും മെയിലും കൂടി ഇവളുടെ ഇന്റർവ്യൂ വന്നപ്പോൾ എല്ലാവരും പറഞ്ഞത് ലൈക്ക് ഭയങ്കര ഗൂസ്ബംസ് മൊമെന്റ് ആണ് ഒരു ടൈപ്പ്. ഞാനും പ്രതീക്ഷിച്ചില്ല അങ്ങനെയൊക്കെ എല്ലാവരും പറയുന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കണില്ലല്ലോ. കറക്റ്റ് ടീമുകളാ ഒന്നിച്ചേക്കുന്നത്. എന്തായാലും ഒരു വിപ്ലവം തന്നെ ഉണ്ടാക്കിയത് ഈ വേൾഡ് കപ്പ്. എന്തായാലും മലയാളികൾ മറക്കൂല ഈ കാര്യത്തില്. അത് തന്നെ. അപ്പൊ എന്തായാലും ആ ഒരു മൊമെന്റ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത് ആ ഒരു ട്രാക്ക് കേൾക്കാൻ വേണ്ടിട്ടാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് പാടാമോ? അത് പക്ഷേ ബീറ്റിലാണ് ഒരു സുഖം ഉണ്ടാവില്ല. ഒരു ഇത്തിരി ലിറിക്സ് ഒന്ന് എന്തെങ്കിലും ഒന്ന് പാടാമോ? ഞാൻ എന്റെ വശം പാടാം. നിന്റെ വശം ഞാൻ പാടാം. എന്റെ വശം നീ പാടാം. അങ്ങനെയല്ല വേണം. എന്തറിയാമോ ലൈവ് ആയിട്ടാണ് എല്ലാരും അത് കേട്ടേക്കുന്നത്. ആ മ്യൂസിക് ഇതെല്ലാം വെച്ചിട്ട് ഇനി ആരെങ്കിലും വിശ്വസിക്കാതിരിക്കണമെങ്കിൽ കേട്ടോ അത് ഇവര് തന്നെ രസം ഉണ്ടാവില്ലല്ലോ. Go, come on now, fight for your flag, not funny now. Get up now, show me what you got. Everybody never know who will get to the top. Like, oh, time to blow. Messi, Neymar, Cristiano, next generation, take the flow. Yamal Mbappe, set the flow like Django Space. I don't mind outer space. ഇതാരാ പറഞ്ഞ രസൂലൊന്ന് ഇത് കേട്ടിട്ടൊന്ന് പറഞ്ഞു. മറ്റേ അനാമികയുടെ പോസ്റ്റിനും കൂടെ ഒന്ന്. Yeah, hear that? When I make my move, you can stand back. Got a word in my hands, got a payback. I don't got to lose, you got to choose. How bad you want that? Oh. Ice locked to my goals, don't think, don't stop, we're gonna pay the price. The time is up, the plan is up, the team is up to clean this up. Like kick it harder. Make it till you break your party. Kick it harder. Make it till you break your part. Oh.
ഞാൻ തൽക്കാലം എന്റെ പ്രോട്ടോകോളൊക്കെ തെറ്റിക്കണേ. ഇപ്പൊ തന്നെ അത് ഷേക്കാൻ കൊടുക്ക് ശരിയാവില്ല. ഏതായാലും മച്ചാ പോളി 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 പോളി. ഓ അപ്പൊ എന്തായാലും ഭയങ്കര സന്തോഷമാണ്. കാരണം നമുക്ക് ഈ വളർന്നു തന്നെ കലാകാരന്മാരെയൊക്കെ ഒരു വല്ലാത്ത വളർച്ചയായിരുന്നു ചിലവരൊക്കെ. നമ്മളെല്ലാവരും ഞെട്ടിച്ചുകൊണ്ടായിരിക്കും ചിലവരൊക്കെ വരുന്നത്. അത് നമ്മളെല്ലാവരും ഇങ്ങനെ നോട്ട് ചെയ്യും. എന്നിട്ട് അതുപോലെ നിങ്ങളെല്ലാവരും നോട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും എന്താണ് അടുത്തത് എന്നുള്ള പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഇതെന്തായാലും ആരെങ്കിലും ഒക്കെ ഏറ്റെടുക്കും, നിങ്ങളെ വേറെ രീതിയിലേക്ക് എത്തിക്കുന്നൊക്കെ എല്ലാവർക്കും അറിയാം. കാരണം അതില്ലെങ്കിൽ അത് നഷ്ടമാണത് എല്ലാവർക്കും. ഇതിന് ശേഷം വന്ന ഓഫറുകൾ എന്തൊക്കെയാണ്? നമുക്കിപ്പോൾ ഒരു ആക്ച്വലി കറന്റ് ഒരു ഏറ്റവും സന്തോഷമുള്ള വാർത്ത തന്നെയാണ്. അതായത് ഒരു ബിഗ് പ്രൊഡക്ഷനിലൊരു വീഡിയോ പോലെ യൂട്യൂബ് നമ്മളെ ഒരു വീഡിയോ പ്രൊഡക്ഷനിലെ ടോക്സ് നടക്കണേ ലോക്ക്ഡൗൺ നമ്മുടെ ഈ വിഷ്വൽ ചെയ്യാൻ വേണ്ടി ഈ ഒരു മാസം തന്നെ അത് ഉണ്ടാവും. അപ്പൊ എല്ലാരും അതിന് പാട്ട് എല്ലാരും ഏറ്റെടുത്ത പോലെ അതും എല്ലാരും ഏറ്റെടുത്തിരിക്കും ഉറപ്പായിട്ട്. കാരണം വെയിറ്റ് ചെയ്തിരിക്കുന്ന, കാരണം നിങ്ങൾ ചുമ്മാ ഒരു സെൽഫി വീഡിയോയിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വിഷ്വല് തകർക്കും. നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ കേരളത്തിനെ റെപ്രസെന്റ് ചെയ്ത ഒരു വേൾഡ് കപ്പ് സോങ് എന്നുള്ള ഐഡിയ എഴുതിയാണ്. അത് തന്നെ എല്ലാ ഇയറും ഈ ഒരു ഐഡിയ വരട്ടെ എല്ലാവർക്കും അല്ലേ ബ്രോ? അപ്പൊ ഇത് ഇപ്പൊ ഓൾറെഡി സംസാരിച്ച് ഇപ്പൊ ഒരു വീഡിയോ ചെയ്യാനുള്ള സെറ്റപ്പായി. ഈ വേൾഡ് കപ്പ് തീരുന്നതിന് മുമ്പ് ഇറക്കാനുള്ള പരിപാടി ഉണ്ടോ? ഈ മാസം തന്നെ. ഈ മാസം തന്നെ. ഈ മാസം എന്ന് പറയുമ്പോൾ തന്നെ 15 കഴിഞ്ഞല്ലോ. അപ്പൊ മാക്സിമം ഈ മാസം എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു വിൻഡോ തന്നെ ഇറക്കണമല്ലോ വേൾഡ് കപ്പിന്റെ. അല്ലെങ്കിൽ ആ ഒരു ചൂട് പോലെ ചൂട് പോകുന്നതിന് മുമ്പ് ഈ C5 ആയിട്ട് കണക്ഷൻ വന്നായിരുന്നു എന്തെങ്കിലും? അത് ഞങ്ങളുടെ വീഡിയോയില് കമന്റ് ഇട്ടു. കാരണം ഞങ്ങളും പ്രതീക്ഷിച്ചില്ല. കാര്യം അത്ര വലിയൊരു പേജിൽ നിന്നൊരു കമന്റ് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. പക്ഷെ അത് ഇട്ടു ഒപ്പം തന്നെ ചേട്ടന്റെ മെസ്സേജ് വന്നു, ഇങ്ങനെ DM ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ DM നോക്കിയപ്പോഴാണ് അവര് ഇങ്ങനെ കൊളാബ് ചെയ്യാൻ താല്പര്യം. കാരണം സി ആണല്ലോ നമ്മുടെ ഇവിടെ ഇന്ത്യയില് വേൾഡ് കപ്പ് സ്ട്രീമിംഗ് റൈറ്റ്സ് എടുത്തേക്കണം സി. അപ്പൊ അവരുടെ ഒരു കൊളാബ് വന്നായിരുന്നു. ഞാൻ കൊളാബ് അടിച്ചാൽ പക്ഷെ അക്സെപ്റ്റൻസ് ചെയ്തില്ല. പക്ഷെ വന്നത് തന്നെ അവരുടെ എത്തിയല്ലോ. ഓൾമോസ്റ്റ് ഒരു ഇന്ത്യ മൊത്തത്തിൽ അറിയാന്നുള്ളൊരു ഇത്. ഈവൻ ഫിഫ വരെ എത്തിയില്ലെങ്കിലും ഏറ്റവും സന്തോഷം നമ്മുടെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുള്ളതിന് ഏറ്റവും വലിയ. തീർച്ചയായിട്ടും അതില് ഫിഫയുടെ ഒഫീഷ്യൽ പേജിൽ മെൻഷൻ വന്നിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ആ ലെവലിലും ആൾക്കാർ അത് വാച്ച് ചെയ്തിട്ടുണ്ടാവും. എന്തായാലും ഫാമിലിയിലൊക്കെ ഇത് ഇപ്പൊ എന്താ പറയുന്നത് എല്ലാവരും? അതിപ്പോ ഞാനിപ്പോ എനിക്ക് ജോലി ഉണ്ടായിട്ട് റിസൈൻ ചെയ്തിരിക്കണ അതിനോട് വല്ലതും നടക്കുമോ എന്നുള്ളത്. ഞാൻ ഫെഡറൽ ബാങ്കിൽ ക്രെഡിറ്റ് കാർഡ്സിൽ ഇറക്കി വെച്ചാൽ നല്ലൊരു ജോലി അന്തരീക്ഷമൊക്കെ ഉണ്ടാവും. പക്ഷെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഫുള്ള് പാട്ട് എന്നുള്ള രീതിയിൽ ഇറങ്ങിയാണ്. പാട്ടിന് വേണ്ടി ഇറങ്ങിയത്. അത് ഞാനൊരു 2020 7-8 വർഷം ചെയ്യണം. ഞാൻ റിലീസ് ചെയ്യാനുള്ള ഒരു മടി ഇത്തിരി നാണക്കാരനാണ്. അപ്പൊ അങ്ങനെ അപ്പൊ അതിന്റെ ഒരു സാധനം വെച്ചിട്ട് ഇങ്ങനെ കുറച്ചാള് പിടിച്ചു നിന്നില്ല. പിന്നെ വേറെ വഴി എനിക്ക് മൊത്തം ഇതാണ് തലയിൽ ഓടിക്കൊണ്ടിരിക്കണം. അപ്പൊ ആ പാട്ട് പാട്ടുന്നുള്ള രീതിയിൽ അതിലുവേണ്ടി ഇറങ്ങി. വീട്ടിൽ ഫോഴ്സ് ചെയ്യണ്ടായിരുന്നോ? അല്ല, വീട്ടിൽ ഫോഴ്സ് ചെയ്യണത് അവർക്ക് പിന്നെ അവരെ ബ്ലെയിം ചെയ്യാൻ ഒരു പരിധി ഉണ്ടല്ലോ. അപ്പൊ അവർക്ക് അറിയില്ല, വിഷൻ മനസ്സിലായില്ല. പിന്നെ എനിക്ക് അവർക്ക് അറിയാം പരിപാടി. പക്ഷെ ഇതിലൂടെ എന്ത് ഞാൻ ഒരുപാട് മാതൃകകൾ ഇപ്പൊ നടക്കണോണ്ട് തന്നെ നമുക്ക് ചാൻസ് ഉണ്ടെന്ന് അറിയാം. പക്ഷെ നടക്കല്ലോ സത്യം പറഞ്ഞ. അപ്പൊ എല്ലാം കിട്ടുമെന്നുള്ളത് ജോലി വിട്ടിട്ട് എത്ര നാള്? 2-3 വർഷമായി. അത്യാവശ്യം അറിയാലോ. കല്യാണത്തിനൊക്കെ കസിൻസിന്റെ കല്യാണത്തിനൊക്കെ പ്രശ്നം പോവാറില്ല. അത് പോയാലും കുഴപ്പമില്ല. എനിക്ക് എല്ലാവർക്കും അറിയാം എനിക്ക് പ്രാന്തുണ്ടെന്ന് അറിയാം. അപ്പൊ അതിന്റെ തന്നെ അത് പ്രാന്ത് കാര്യം എത്രത്തോളം കാര്യമാണെന്ന് അറിയില്ല. ഇനി നിങ്ങളുടെ അടുത്ത അവസ്ഥ എന്താ അറിയാമോ? ഒരു പരിചയമില്ലാത്ത ആൾക്കാരെ കല്യാണത്തിനൊക്കെ വിളിക്കും. അതിലേക്ക് നിങ്ങൾ എത്താൻ പോണേ. ആദ്യം നമ്മളെ കുറെ പേര് ഇങ്ങനെയാണ്, നമ്മളിങ്ങനെ ചവിട്ടി താത്തും. അതിട്ട് ഇവരൊക്കെ നമ്മൾ ചേർത്ത് പിടിക്കും. നമ്മൾ അപ്പോഴും ചിരിച്ചോണ്ട് മതി. അല്ല, ഓൾമോസ്റ്റ് എല്ലാ കസിൻസിനും എല്ലാവർക്കും അറിയാം. പിന്നെ ഞാനാണെങ്കിൽ പൊതുവെ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് ഫുള്ള് പാട്ട് പാടുന്ന എഴുത്തും എന്തെങ്കിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കും. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു 100ഓളം പാട്ടുകൾ ഇറക്കാറുണ്ട്. അപ്പൊ അതിന്റെ രീതിയിൽ പെട്ടെന്ന് ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. ഇപ്പൊ നമ്മ റിലീസ് പ്ലാറ്റ്ഫോംസിലാണ് ഞാൻ പറഞ്ഞത്. ധൈര്യം ഉണ്ടായില്ല ഇറക്കാൻ. ഇപ്പൊ എനിക്ക് തന്നെ ഇഷ്ടപ്പെടണ്ടായില്ല പാട്ടുകൾ. പിന്നെ ഒരു വഴിയില്ലാണ്ട് ഇറക്കിയതാണ്. അപ്പൊ ഇപ്പൊ ഒരു കറന്റ് ഇത് നമ്മുടെ ക്യാൻ സ്റ്റോപ്പ് ദിസ് ഫീലിംഗ് എന്ന വേൾഡ് കപ്പിന്റെ 4ാമത്തെ സോങ് ആണ്. 4ാമത്തെ സോങ്. ബാക്കി 3 ഞാൻ റിലീസ് ചെയ്താണ്. അതെ, നമ്മളെ നോമൈനെയും താനെ എന്ന് പറഞ്ഞിട്ട് എന്തായാലും ആ ഒരു പേടിയൊന്നും ഇനി വേണ്ട. നിങ്ങൾ എന്ത് ചെയ്യണോ അത് ഇറക്കി വിട്ടോ. എന്തായാലും ഇറക്കി കിട്ടോ. അതിലൊരു മടിച്ചു നിൽക്കുന്ന പേടിച്ചു നിൽക്കണ്ട. അനാമികയുടെ എന്താണ് ഫാമിലി ഹിസ്റ്ററി ഒക്കെ? ഫാമിലി എന്ന് പറഞ്ഞാൽ ചോദിക്കാറുണ്ടോ അവര് എന്താ ഈ പറഞ്ഞത്? ഇല്ല, അതെന്താന്ന് വെച്ചാൽ അവർക്ക് ആർക്കും ഇതിനെ പറ്റി ഒരു ഐഡിയ ഇല്ലാത്തവരാണ്. റാപ്പിംഗ് എന്താണ്, ഞാൻ വീട്ടിൽ കിടന്ന് ഇംഗ്ലീഷ് പാട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് പാടണമെന്നല്ലാണ്ട് ഇവർക്ക് എനിക്കിതിലൊരു സ്കില്ലുണ്ട് എന്ന് പോലും എന്റെ വീട്ടുകാർക്ക് അറിയില്ല. ഞാനിങ്ങനെ വീഡിയോ ചെയ്ത് തുടങ്ങിയതിനാണ് ഇവരെല്ലാവരും ഇത് കണ്ടു തുടങ്ങിയത്. കാരണം എന്റെ ആദ്യത്തെ വീഡിയോയില് കുറെ സെലിബ്രിറ്റീസ്
കമന്റ് കിട്ടും എന്റെ വൈറലായ വീഡിയോയില്. അപ്പൊ അതൊരു 3-4 മില്യൺ കണ്ടായി തോന്നുന്നു. അപ്പൊ ഏതായിരുന്നു സോങ്? ഏതായിരുന്നു? വിത്തൗട്ട് മീ എന്ന് പറഞ്ഞിട്ട് എമിനമിന്റെ. ജസ്റ്റ് ഇന്ററാക്ട് ചെയ്യണം. ഒന്ന് ഒരു രണ്ടൊരു പടമോ? അയ്യോ I create a monster, 'cause nobody wants to see motion. അതെ ഇത് തന്നെ. Hey, she's the best. അയ്യോ ഓക്കെ 1 2 3 സ്റ്റാർട്ട്. അയ്യോ ലിറിക്സ് വരുമോന്ന് അറിയില്ല കേട്ടോ. ശരിയായില്ലെങ്കിൽ ഒന്നുകൂടി. ഇത് നമ്മുടെ വീടായിട്ടങ്ങ് കൂട്ടിയാൽ മതി, ധൈര്യമായിട്ട് പഠിക്കും. തെറ്റിയാലും കുഴപ്പമില്ല. റിയാലിറ്റി ഷോ ഒന്നുമല്ല. ഞാൻ അവിടെ ഇരിക്കുന്നത്, എനിക്ക് പാട്ടിനെ കുറിച്ച് ഒന്നും അറിയില്ല. എല്ലാ പക്ഷെ ഇത് കാണുന്നവർക്ക് അറിയായിരിക്കുമല്ലോ. അങ്ങനെയൊന്നും ഇത് ലൈവായിട്ട് ഇപ്പൊ പെട്ടെന്ന് പറഞ്ഞാലേ ആർക്കായാലും എന്തെങ്കിലുമൊക്കെ ചെറിയ അബദ്ധങ്ങളൊക്കെ പറ്റും. ധൈര്യമായിട്ട് പഠിക്കും, അതിനൊന്നും ചിന്തിക്കണ്ട. I create a monster cause nobody wants to see motion and more than one shady. I'm chop liver. Well, if you wanna shade this, where I go, yeah. A little bit of aim, Mrs. Somehow like at the walk at the jump stop. My heart cook at the shock when I could shock at the hospital by the doubt when I'm not incorporating. While I rock, while I table, while it's operating. I've been this long stop debating, goes back on a rag and ovulating. I know that you get a job, Miss Janie, but your husband's our problems complicating. So the FCC will let me be me. So let me see. It's time to be down on MTV, but I feel so empty without me. So come on, come on, lips. Fuck yeah, come on the lips, it's on the lips, yes, Get Kelly. ready. Bitch is about to get heavy, just settle on my lawsuits, F you, baby. ഓക്കെ, അടിപൊളി. ഇത് ഇപ്പൊ റാപ്പിലേക്ക് മാറിയത് നമ്മൾ ആരെങ്കിലും ഇപ്പൊ നമ്മുടെ മുമ്പിൽ നമ്മൾ ഇൻസ്പയർഡ് ആവാൻ വേണ്ടിയിട്ട് നമ്മുടെ മുമ്പിൽ ആരാ ഉണ്ടായിരുന്നത്? എനിക്കിപ്പോ എമിനം തന്നെ ഓബിയസ്ലി. പിന്നെ ജെനി. ഓക്കെ, ഞാൻ ഇങ്ങനെ എനിക്ക് ഒരുപാട് റോൾ മോഡൽ വരെയാണ് ജെനി. അതെച്ചാ പുള്ളിക്കാരി എനിക്ക് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന പാട്ടുകൾ പുള്ളിക്കാരിയുടെയാണ്. അപ്പൊ എനിക്ക് ആ ഒരു വേ ഓഫ് സ്റ്റൈൽ ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഒരു പുള്ളിക്കാരി പെർഫോം ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ നോക്കിയിരിക്കും. അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് പുള്ളിക്കാരിയുടെ പാട്ടുകൾ. ഒരു ഗേൾ പവർ ആ ഒരു സെറ്റപ്പാണ് പുള്ളിക്കാരുടെ പാട്ടുകളൊക്കെ. അപ്പൊ അങ്ങനെ ആ ഒരു ഇഷ്ടമുണ്ട്. അതുപോലെയൊക്കെ ഒന്ന് വിഷ്വലൈസ് ചെയ്തിട്ടാണ് ഇപ്പൊ ഇവിടെ വന്ന് നിൽക്കുന്നത് ഞാൻ. അതുപോലെ എമിനം, എനിക്ക് എമിനമിന്റെ ആണ് കൂടുതൽ റാപ്പ് ചെയ്യാൻ ഇഷ്ടവും. എനിക്ക് ഏറ്റവും കൂടുതൽ റാപ്പ് ചെയ്യാൻ പറ്റുന്നതും എമിനം സ്പീഡ്, എത്ര സ്പീഡ് വേണമെങ്കിലും കൺട്രോൾ ചെയ്യാനുള്ള ആ ഒരു ഞാൻ അതാ പ്രൊഫൈലൊക്കെ നോക്കുമ്പോ രണ്ടുപേർക്കും വേണ്ടാ എന്ത് സ്പീഡിൽ ട്രാക്ക് ചെയ്യണം. ഇതൊക്കെ എങ്ങനെ പറ്റാണ് ബ്രോഡ്? എനിക്കത് ഇൻസ്പിറേഷൻ പറയാനാണ്. ഞാനിപ്പോൾ ഈ ഇവിടെ ആർട്ടിസ്റ്റുകളെ പഠിക്കുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര എന്തൊക്കെയാണെന്ന് അറിയണമെന്നുള്ളതുണ്ടായി. അപ്പോൾ ഫേവറേറ്റ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ എമിനോ എന്നുള്ളൊരു രീതിയിൽ ഞാൻ ചിന്തിച്ചു പോയപ്പോൾ അങ്ങനെ കുറേ ആർട്ടിസ്റ്റുകൾ, ഇപ്പോൾ ലാക്കിം ഷബാസ്, ടച്ച് ഫ്രം നോട്ടി ബൈ നേച്ചർ, ബിഗ് പൺ, DOC, ബിഗ് എൽ, അങ്ങനെ കുറേ ഇങ്ങനെ പറഞ്ഞാണ് ഒരുപാടുണ്ട്, നമുക്കറിയാത്ത ഒരുപാട് പേരുണ്ട്. അപ്പം അങ്ങനെ കുറേ പേരെ ഇൻസ്പിറേഷനാണ് ഞാൻ നിൽക്കുന്നത്. ബ്രോ, ഇപ്പം നമ്മളൊന്നും അറിയാത്ത അല്ലെങ്കിൽ ഭയങ്കര കഴിവുള്ള ഇപ്പോഴും നമുക്കിവിടെ ഒരു ലിസ്റ്റ് ഉണ്ടല്ലോ. നമുക്ക് ആദ്യത്തെ ടോപ്പ് 5 പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങനെ കുറച്ച് ലിസ്റ്റ് നമ്മൾ പറയും. ബ്രോയ്ക്ക് ഇപ്പോഴും നമ്മളൊന്നും ഇപ്പോഴും കേൾക്കാത്ത ഒരു അടിപൊളി ഒരു ഗായകനുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതാരാണ്? അയ്യോ, ഇപ്പം പറഞ്ഞ പേരുകൾ തന്നെ ആൾക്കാർക്ക് തപ്പി പിടിച്ച് അടിപൊളിയായിരിക്കും. നമുക്ക് ബിഗ്ഗസ്റ്റ് വാട്ട് ഇഫ് എന്നുള്ളൊരു സാധനമൊക്കെ ഒരു ചോദ്യം വരുമല്ലേ, ഇവനെങ്ങനെയായിരുന്നു ഇവനൊന്ന് നല്ല നിലയിൽ എത്തിച്ചെങ്കിൽ എന്നുള്ളൊരു ഒരുപാട് കയറിപ്പോകാത്ത ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. എനിക്ക് തോന്നുന്നത് ബിഗ് എൽ അടിപൊളിയായിരുന്നു. പിന്നെ DOC, പുള്ളിയുടെ തൊണ്ട ആക്സിഡൻറ്റുമായിട്ട് ഒരു മരിച്ചതല്ല, തൊണ്ട മൊത്തം ഒരു ആക്സിഡൻറ്റിൽ മാറിപ്പോയി. പിന്നെ അതുപോലെ ജാസോ, ജെയ്സിയുടെ റാപ്പർ, ജെയ്സിയുടെ മെൻറ്ററായിരുന്നു. അങ്ങനെ കുറേ ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ പറയണമെങ്കിൽ ഒരുപാട് ടച്ച് ഫ്രം നോട്ടി ബൈ നേച്ചർ, പിന്നെ കൂൾ മോബി, ഇങ്ങനെ ഞാൻ ഓൾഡ് സ്കൂൾ. ഞാൻ ഇപ്പോൾ നടക്കണമെന്ന് എനിക്ക് വലിയ പിടിയില്ല. ഞാൻ ഫുള്ള് ഇങ്ങനെ ഓൾഡ് സ്കൂളിൽ ഡിഗ്ഗിങ് ആണ് മൊത്തം. ഈ അനാമിക, ഇപ്പൊ വീട്ടില് ഇപ്പൊ റാപ്പുമായി ബന്ധപ്പെട്ട് ഒരു കണക്ഷൻ വേറെ ആർക്കും ഇല്ല. അപ്പൊ ഇത് ട്രൈ ചെയ്യുമ്പോ വീട്ടില് പറയാറുണ്ടോ വല്ല മലയാളം പാട്ടും പാടുവേണേ എന്ന് പറയാറുണ്ടോ? അല്ല പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇന്ന് വരെ മൈക്കിന്റെ ഫ്രണ്ടിൽ അങ്ങനെ നിന്നിട്ടുള്ള ഒരാളല്ല. മ്യൂസിക് എന്ന സാധനമായിട്ട് എനിക്കൊരു ബന്ധമില്ല. ഇല്ല, ഞങ്ങൾ രണ്ടുപേരും പഠിച്ചിട്ടില്ല. രണ്ടുപേരും പഠിച്ചിട്ടില്ല. അതെ, ആ ഒരു ഇപ്പൊ എന്നെ വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ഈ വർഷം എടുത്തു റാപ്പിംഗ് എന്നൊരു സ്കില്ല് എനിക്ക് കിട്ടുന്നത് മനസ്സിലാക്കാൻ. ചേട്ടൻ എന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി ആയിട്ട് ഉള്ളതാണ് ഈ ഒരു ഇൻഡസ്ട്രിയിൽ. ഞാൻ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ട് ഈ ഒരു കാര്യത്തില്. അപ്പൊ എന്റെ വീട്ടില് ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല. അപ്പൊ എന്റെ ഈ വിത്തൗട്ട് മീ ഇറങ്ങിയപ്പോഴാണ് ഞാനിങ്ങനെ തമ്മതി ഇങ്ങനെ 1 മില്യൺ ആയി. അതായത് ഒറ്റയടിക്കാണ്, ഒറ്റ ദിവസം കൊണ്ട് 1 മില്യൺ 2 മില്യൺ അടുത്തായത്. അപ്പൊ എനിക്കിങ്ങനെ കുറേ സെലിബ്രിറ്റീസ് മെസ്സേജ് അയച്ചു. എനിക്ക് മെസ്സേജ് അല്ലാണ്ട് മറ്റേ സജി ചെറിയാനൊക്കെ വരെ കമന്റ് ഇട്ടു എന്റെ വീഡിയോയില്. അപ്പൊ ഞാൻ ഇവരൊക്കെ ഇങ്ങനത്തെ ഒരു ആൾക്കാരല്ലേ, അത് രാഷ്ട്രീയം
ആ ഒരു ഉള്ളവര് പോലും മ്യൂസിക്കായിട്ട് ഒരു ബന്ധമില്ലാത്തവര് പോലും എന്റെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ഇട്ട്. അപ്പൊ ഞാനിതൊന്നും ശ്രദ്ധിക്കണില്ല. പക്ഷെ എനിക്കിങ്ങനെ കുറെ പേര് അയച്ചുതരും, ഇതിന് റിപ്ലൈ കൊടുക്കരുത്, ഇന്ന ആളാണ് അയക്കണേ, അങ്ങനെ പറയും. അങ്ങനെയാണ് ഞാൻ അറിയണം. അപ്പൊ എൻ്റെ അടുത്ത് എല്ലാവരും ഇങ്ങനെ പറഞ്ഞു, നീ ഇനിയും ചെയ്യ്, കാരണം നിനക്കറിയില്ല, പക്ഷെ നിനക്ക് അങ്ങനെ ഒരു സ്കില്ലുണ്ട്, നീ ചുമ്മാ ട്രൈ ചെയ്യുന്നു പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പൊ ഇപ്പൊ ഈ വീഡിയോ വൈറലായതുപോലെ ഞാൻ അറിഞ്ഞിട്ടില്ല. അനിയൻ എൻ്റെ അടുത്ത് പിറ്റേ ദിവസം രാവിലെ, ഞാൻ കിടന്നുറങ്ങാം, കാരണം എനിക്ക് വയ്യായിക ഉണ്ടായിരുന്നു ഈ റീൽ ഇട്ടപ്പോൾ. അപ്പൊ ഞാൻ കിടന്നുറങ്ങി പിറ്റേ ദിവസം വൈകുന്നേരം കണ്ടായി ഞാൻ എണീറ്റപ്പോൾ അപ്പോഴാണ് ഇവൻ എന്നോട് വന്നിട്ട് ഇങ്ങനെ അനിയൻ വന്നിട്ട് പറയണേ, നീ എന്റെ ഗ്രൂപ്പിലൊക്കെ ഷെയർ ആയി, പിന്നെ നീ എന്താ ഇൻസ്റ്റാഗ്രാമിലിട്ട്, അങ്ങനെയാണ് എന്നോട് ചോദിക്കണേ. അപ്പൊ ഞാൻ എടുത്ത് നോക്കിയപ്പോ ഇത് ഭയങ്കര വൈറലൊക്കെ ഇങ്ങനെ കമന്റുകള്. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു എന്റെ ഫ്രണ്ട്സ് ഉണ്ട് അമൃത ആൻഡ് അർജുൻ, അപ്പൊ ഇവർ രണ്ടുപേരാണ് ഇങ്ങനെ ഉന്തിത്തള്ളി അതെ അങ്ങനെ അവരോടാണ് ഞാൻ നന്ദി പറയണത്, അമൃതയോട് അർജുനോടും. കാര്യം അർജുനാണ് എനിക്കിങ്ങനെ, ഇപ്പൊ നമ്മൾ അറിയില്ല എന്ത് ചെയ്താലും ഓക്കെ അങ്ങനെ പറഞ്ഞ് നമ്മൾ വിടുന്ന ഒരു ഫ്രണ്ട്സ് ഉണ്ടാവില്ല, അങ്ങനെയാണ് ഇവർ രണ്ടുപേരും. ഇടി നീ ഇട്, കുഴപ്പമില്ല, തെറ്റാണെങ്കിൽ തെറ്റിക്കോട്ടെ, നിനക്ക് കിട്ടല്ലെങ്കിൽ വേണ്ട, നീ ചുമ്മാ ഇട്. ഇവരാണ് എനിക്ക് കൂടുതലും പാട്ടുകൾ സജസ്റ്റ് ചെയ്യുക. ഇടി ഈ പാട്ട് നീ നോക്ക്, നിന്റെ വോയിസിൽ അടിപൊളിയായിരിക്കും, നീ ട്രൈ ചെയ്യുക, അല്ലെങ്കിൽ പിടിനൂറ് റാപ്പ് സെഷൻ കേൾക്കുമ്പോൾ അത് അങ്ങനെ തന്നെ അയച്ചിട്ട് ഇത് ട്രൈ ചെയ്യും. ഞാൻ അങ്ങനെ കൂടുതലൊന്നും ഇട്ടിട്ടില്ല, പക്ഷെ ഇവർക്ക് ഞാൻ പാടി കൊടുക്കും. ഇത് എങ്ങനെയുണ്ട് ഞാൻ പാടിയിട്ട് ഞാൻ ഇവർക്ക് ഇട്ട് കൊടുക്കും. അവരാണ് അവർ രണ്ടുപേരാണ് മെയിൻ. അപ്പൊ ഞാൻ ഇങ്ങോട്ട് വരുമ്പോ പോലും ഞാനിങ്ങനെ ഇങ്ങനെ ഇന്റർവ്യൂ ഒക്കെ എനിക്ക് പേടിയാ അങ്ങനെ പറഞ്ഞിട്ടാ തന്നെ അവരാണ് പറയുന്നത്, നീ അവിടെ ചെന്ന് നീയായിട്ട് നിന്നാ മതി, അങ്ങനെ സംസാരിച്ചാ മതി, അങ്ങനെ പറഞ്ഞ് വിടണത് അവരാണ്. ഇനിയിപ്പോ എന്തായാലും നിങ്ങൾ ഇനി ഒരുമിച്ച് ഒരു സ്റ്റേജിലൊക്കെ പെർഫോം ചെയ്യേണ്ടി വരും, ഒരു നല്ലൊരു അത്യാവശ്യം അങ്ങനെ ആഗ്രഹിക്കുന്നു. നമുക്കിപ്പോ നമ്മളിപ്പോ കാണുന്ന ഇപ്പൊ കേരളത്തില് വേടനായാലും ഡബ്സി, നമുക്ക് അറിയാം, ഫെജോ, കുറെ പേര് നമുക്ക് ഇവിടെ ഉണ്ടല്ലോ. അതുപോലെ ആ ലിസ്റ്റിലേക്ക് ഇപ്പൊ നിങ്ങളും വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വേറെ രീതിയിൽ കൂടി വന്നേക്കുന്നത്, നമ്മൾ അവരായിട്ട് കമ്പയർ ചെയ്യുന്നത്, നിങ്ങൾ വേറെ രീതിയിൽ കൂടി വന്നേക്കുന്നത്. അപ്പൊ ഇതുപോലെ ഒരുമിച്ച് പെർഫോം ചെയ്യേണ്ടി വരും, അതിലൊക്കെ ടെൻഷൻ ഉണ്ടോ ഇപ്പോഴേ? എനിക്കൊരു ഡ്രീമാണത്, എനിക്ക് ഒരു ഇൻഡിവിജ്വൽ ആർട്ടിസ്റ്റ് ആയിട്ട് നിൽക്കണം എന്നുള്ളത് എൻ്റെ ഒരു ഡ്രീമാണ്. ബ്രോന്റെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ബ്രോനെ ഇനി ഒരാളാരാണ്? ഞാൻ ഫ്രണ്ട്സാണ്, എൻ്റെ മൊത്തം ഫ്രണ്ട്സാണ്. ഞാൻ അല്ലെങ്കിൽ ഇത് ഞാൻ ഇറക്കിയ പോലും ഇല്ല, കാരണം അവന്മാരുടെ ഇടയിൽ വെറുതെ അതും ഇതൊക്കെ പറഞ്ഞിട്ടാണ് ഫ്രണ്ട്സ് ഫ്രീ സ്റ്റൈലും പരിപാടിയൊക്കെ ഇരുന്നത്. അപ്പം എന്ത് ചെയ്യണമെന്ന് അറിയാത്ത സമയത്ത് ഉമ്മാരാണെന്ന് കൊള്ളാം, ഇത് അടികൊള്ളാന്ന് പറയുമ്പോൾ ഞാൻ പറയും, ഒരു നിമിഷം എപ്പോഴൊക്കെ എനിക്ക് തോന്നി അത് തരക്കേടില്ലല്ല എന്നുള്ളത് തോന്നിയൊരു പോയിന്റിൽ. അപ്പം അങ്ങനെയാണ് തിന്ന പിന്നെ കാര്യമായിട്ട് എടുക്കുക. പിന്നെ എപ്പോഴൊക്കെ ഒരു എല്ലാം ദൈവമാണ്, ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം പോലെ പാട്ട് എഴുതാനുള്ള ഒരു സാധനം കിട്ടി, പെട്ടെന്നൊരു ഐഡിയ വരും, മെലഡി ഡൗൺലോഡ് ചെയ്യും, എഴുതും, അങ്ങനെ. ഇപ്പോൾ നമ്മളൊരു 2 വർഷം ബാക്കോട്ട് പോയി കഴിഞ്ഞാൽ ബ്രോന്റെ മൈൻഡിൽ, അതായത് ഒരു കാലത്ത് ഇതേപോലെയൊക്കെ ആവണം എന്നൊരു വിചാരിച്ചൊരു ടൈം ഉണ്ടായിരുന്നില്ലേ? ഒരു 2 വർഷം ജോലിയെല്ലാം വിട്ടിട്ട് നമ്മൾ ഇത് എന്തായാലും മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റാപ്പൊക്കെ ചെയ്യുന്നത്. ഞാൻ പൊതുവെ ഇങ്ങനെ വീട്ടിൽ എനിക്ക് ഇങ്ങനെ ക്രൗഡൊക്കെ പേടിയാണ്, അപ്പൊ അതൊക്കെ ഒന്ന് റെഡി ആക്കി എടുക്കണം. പിന്നെ റാപ്പറാന്നിട്ട് ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ലല്ലോ എന്ന് ആലോചിച്ച് ഞങ്ങൾ ഇറങ്ങിയതാണ്. പിന്നെ റാപ്പറാത്ത എനിക്ക് മ്യൂസിക്കും പരിപാടിയൊക്കെ. അപ്പൊ ഇതിൽ എങ്ങനെയെങ്കിലും എനിക്കങ്ങനെ ഇങ്ങനെ എല്ലായിടത്തും പോയി ഇതുപോലെ പെർഫോം ചെയ്യണമെന്ന് പോലും ഇല്ല. എനിക്കിങ്ങനെ സോങ് തലയിൽ കിടക്കണം, അതൊന്ന് ഇറക്കി വിടണം. പിന്നെ ആലോചിച്ചൊരു ചെയ്യണമെങ്കിൽ തന്നെ ഒരു ഇൻറ്റിമേറ്റ് ഷോ, ലൈക്ക് ഫുള്ള് ലൈക്ക് ഒന്നുകൂടി ക്ലോസ് ടു ആയിട്ട് എല്ലാവരും ഏറ്റുപാടുന്ന, അല്ലെങ്കിൽ മനസ്സിലായി അതിൻ്റെ ഒരു ടൈപ്പ് എന്തെങ്കിലും ഒരു ഫീലിങ്ങിൻ്റെ ആ ഒരു ഇത് കിട്ടിയാലും കൂടി ഇൻസ്പിറേഷനാണ്. അപ്പം അതിനുവേണ്ടി ഭയങ്കരമായിട്ട് ചെയ്യാറുണ്ട്. പറഞ്ഞ ശരിയാണ്, ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടക്കണതാണ്. പക്ഷെ ഇതൊക്കെ ഒരു സർറിയൽ ഫീലിംഗ് ആണ്. പെട്ടെന്നൊന്നും എല്ലാം ഞാനും എൻ്റെ സുഫേൽ മാനേജർ, അപ്പോൾ ഞങ്ങൾ ഞാനും സുഫേലും കൂടി ഇതെല്ലാം ഒരു ദിവസം കൂടി എന്തൊക്കെ നടക്കണം ആ സംഭവം ഞങ്ങൾ തുടക്കം ഞങ്ങളെ അറിയില്ലായിരുന്നു. ലൈക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ ഷോപ്പ് ചെയ്യും. ഒരു ഐഡിയ വെച്ചിട്ട് ഞാൻ സുഫയിൽ വേണ്ടി ഇറങ്ങും, എന്തെങ്കിലും പരിപാടി എന്ന് അറിയാൻ പാടില്ല, എന്ത് നടക്കുമെന്ന് അറിയാം. പക്ഷെ നടന്ന് ഉദ്ദേശിച്ചതിന് ഉപരി നടക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം ആസ്വദിക്കാൻ പോലും പറ്റാണ്ടാവും. പിന്നെ അങ്ങനെയൊക്കെയാണ് പോണം, ഒരു സ്ഥലത്ത് നമ്മൾ കട്ടാവും, പിന്നെ എന്തൊക്കെയാ നടന്നു പോകുന്നത്. ഈ നമ്മുടെ ഏറ്റവും നമുക്ക് ഹാപ്പി, നമ്മൾ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കഴിവ് ആൾക്കാർ അംഗീകരിച്ചതിന് ശേഷം നമ്മുടെ പാരൻസ് പുറത്തു പോകുമ്പോൾ അവരോട് ആൾക്കാർ വിളിച്ച അഭിപ്രായങ്ങൾ പറയുന്നതിലാണ് ആ ഒരു സാധനം ഇപ്പോൾ ആ ഒരു വൈബ് ഇപ്പോൾ ആസ്വദിക്കുന്നുണ്ടോ നിങ്ങൾ? അങ്ങനെയുണ്ട്. കാരണം വെച്ചാൽ എന്റെ ഫസ്റ്റ് വീഡിയോ വൈറലായപ്പോ എന്റെ അമ്മ എന്റെ വീഡിയോ വൈറലായത് അറിയുന്നത് വേറെ ആള് പറഞ്ഞാണ്. അമ്മയ്ക്ക് ഇതുപോലെ ടെക്സ്റ്റൈൽ ഷോപ്പാണ്, എന്നുവെച്ചാൽ ടൈലറിങ്ങിന്റെ ഷോപ്പാണ്. അപ്പൊ കാലടി തന്നെയാ. അപ്പൊ അമ്മയുടെ കടയിൽ വരുന്നവരാണ്, അമ്മയ്ക്ക് ഇൻസ്റ്റാഗ്രാം ഇല്ലല്ലോ, അപ്പൊ അമ്മയ്ക്ക് അച്ഛനും ഇതെന്താണ് സംഭവം, വ്യൂ എന്താണ്, കമന്റ് എന്താണെന്നൊന്നും അങ്ങനെ അറിയണവരല്ല, അത്ര അപ്ഡേറ്റഡ് ആയിട്ടുള്ളവരല്ല. എന്നാൽ പറഞ്ഞു കൊടുത്താൽ അറിയാം, അങ്ങനെയുള്ളവരാണ്. അപ്പൊ അമ്മയുടെ കടയിൽ വന്നിട്ട് ഇങ്ങനെ മോളുടെ വീഡിയോ ഇത് ചേച്ചിയുടെ മോളല്ലേ എവിടെ കണ്ടേണ്ട് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോഴാണ് എൻ്റെ അമ്മ അറിയണേ. അപ്പൊ അച്ഛനെ അങ്ങനെ അറിയണമെന്നൊന്നുമില്ല, അല്ലെങ്കിൽ ആൾക്കാരെ അറിയണമെന്നില്ല. പക്ഷെ അമ്മയുടെ അടുത്ത് എല്ലാവരും വന്ന് ചോദിക്കും വീഡിയോ ഇറങ്ങിയതിന് ശേഷം എങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞ്
പിടീന്ന് എന്നെ പറ്റിയാണ് അവർ ആദ്യം ഡിസ്കസ് ചെയ്ത് തുടങ്ങണ തന്നെ. ഓക്കെ ഓക്കെ. അതൊരു പ്രൗഡ് ആയിട്ടുള്ള പിന്നെ തീർച്ചയായിട്ടും അമ്മയൊക്കെ വീട്ടിൽ നിന്ന് അപ്പൊ തന്നെ പറയാറുണ്ട്. പറയും ഇങ്ങനെ ഒന്ന് ചോദിച്ചു, നീ അപ്പൊ പച്ച ഡ്രസ് ഇട്ടിട്ട് എന്താ ഇട്ടത് അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് അമ്മ. ഏത് വീഡിയോ, കാരണം ന്യൂക്ലിയർ ബോംബ് ഞാൻ പാടിയിട്ടതാണ് ഏറ്റവും കൂടുതൽ മില്യൺ അടിച്ചത്. 12 മില്യൺ അടുത്ത് പായി നിൽക്കണത് അതാ. അപ്പൊ അതായ ഇലക്ഷന്റെ സമയത്തായിരുന്നു. അപ്പൊ അന്ന് നമ്മള് ലീവ് ആണല്ലോ ആ സമയത്ത്. പിന്നെ പിറ്റേ ദിവസം ഇങ്ങനെ കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ അമ്മയുടെ അടുത്ത് ആദ്യം ഇങ്ങനെ ചോദിച്ചേ, പച്ച ഡ്രസ് ഇട്ട് മോളൊരു ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടുണ്ട് കണ്ടായിരുന്നു, അങ്ങനെയാണ് അമ്മയോട് ചോദിക്കണേ. അപ്പം അതേത് അവളിട്ടത് ആ ഒരു എക്സ്പ്രഷൻ. അതന്നെ ന്യൂക്ലിയർ ഞാനാണ് തുടങ്ങിയത് ആണല്ലേ. ഓക്കെ ഓക്കെ. നമ്മുടെ ഇവിടെ ഒരു വെടിക്കെട്ടിന്റെ സീസൺ ഉണ്ടായിരുന്നില്ലേ, അപ്പൊ അതിലെല്ലാത്തിലും ആ ബ്ലാസ്റ്റ് അടക്കുമ്പോ ഈ ട്രാക്ക് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. അതിന്റെ ഒപ്പം തന്നെയുള്ള ഇത് അതിന് മുമ്പ് ഇറക്കിയെന്ന് ഞാനാണത് തുടങ്ങിയത്. ഫസ്റ്റ് ഓൺ വോയിസ് പാടിടുന്നത് ഞാനാണ്. ഓ എനിക്ക് എന്റെ ആഗ്രഹം കൊണ്ട് ചോദിക്കണേ, അതൊന്ന് പാടാം, ഒന്ന് ലൈവായിട്ട് കേൾക്കാൻ വേണ്ടിട്ടാ. അതെന്താണെന്നറിയോ, ഇതിന് ലിറിക്സ് ഇല്ല, അതൊരു ഫ്രീ സ്റ്റൈലാണ് സംഭവം. അപ്പൊ എനിക്ക് കേട്ടപ്പോ മനസ്സിലായത് വെച്ചിട്ടാണ് ഞാൻ പാടിയത്. അതുകൊണ്ട് ഇത് തന്നെയാണ് ലിറിക്സ് എന്നൊന്നും ഒരു കുഴപ്പമില്ല. മോളുള്ള കാര്യം തുറന്നു പറഞ്ഞിട്ടാ പാടുന്നത്. എന്നോട് കുറെ പേര് ലിറിക്സ് ചോദിച്ചു, പക്ഷെ എനിക്ക് ഇവർക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയില്ല. ഇവരെന്താ ഉദ്ദേശിക്കണേ, ഇവരെന്താ കേട്ടതെന്ന് എനിക്കറിയില്ലല്ലോ. ഞാൻ കേട്ടത് ഒരു 20 മിനിറ്റിലാണ് ഞാൻ ആ പാട്ട് പഠിക്കണേ, അത്രയും ഭാഗം. ആ 20 മിനിറ്റിൽ ഞാൻ കേട്ടത് എന്താണോ അതാണ് ഞാൻ പാടിയത്. ആ ട്രാക്ക് ഒന്ന് ഇത്തിരി പാടാവും. സപ്പോർട്ട് ചെയ്യും. പിന്നെ അയ്യോ ഞാൻ ലിറിക്സ് like a nuclear bomb. Like a nuclear bomb. Finna rap it, finna rap it, rap it, finna rap it, rap it, finna rap it, rap it, tell them, talk to the boys, talk to the girls, talk to the woman, talk to the man, talk to the pension, talk to the end to the vision. ഞാൻ പാടിയത്. സത്യം പറഞ്ഞ ഇതിലൊക്കെ ലിറിക്സ് ഉണ്ടായത് ഇപ്പൊ മോള് പറഞ്ഞപ്പോഴാണ് ഇതിൽ ലിറിക്സ് ഉണ്ടായിരുന്നില്ല. ഇത് കേട്ടു ഞാൻ രാത്രിയാണ് ഞാനിത് കാണുന്നത്. ഞാൻ ഇങ്ങനെ തോന്നണില്ലെങ്കിൽ ഞാൻ സിനിമയിൽ കാണാറില്ല, ഇൻസ്റ്റയിൽ അങ്ങനെ കയറില്ല. അപ്പൊ ഇതിങ്ങനെ തോണ്ടിക്കൊണ്ടിരുന്നപ്പോ എനിക്ക് ഈ റീല് വന്നു. അപ്പൊ എനിക്കിത് ഇഷ്ടമായി. ഞാൻ അങ്ങനെ എനിക്ക് ലിസണിങ് ആണ് കൂടുതൽ. അപ്പൊ എനിക്കിത് ഇഷ്ടമായി. അപ്പൊ ഞാനും ഇതുപോലെ കുറെ സെർച്ച് ചെയ്തു ഇതിന്റെ ലിറിക്സ് എവിടെയാണ്. അപ്പോൾ ഞാനത് മനസ്സിലായത് ഫ്രീ സ്റ്റൈൽ ആണെന്നുള്ളത്. അപ്പൊ ഇവരെല്ലാവരും കാര്യം ഈ ട്രെൻഡ് ഇറങ്ങിയപ്പോ തൊട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇടുന്ന എല്ലാവരും ഇത് തപ്പുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഞാൻ തപ്പി. പക്ഷെ എനിക്കത് കിട്ടിയില്ല. പക്ഷെ എനിക്കെന്ന് പറഞ്ഞ ഒരു പാട്ട് ഒരു 10-20 തവണ ഞാൻ കേട്ടാൽ എനിക്ക് ആ പാട്ട് ഓട്ടോമാറ്റിക്കലി വരും. ഞാൻ ഇരുന്ന് പഠിക്കണ കൂട്ടത്തിലല്ല. അപ്പൊ ഞാൻ ഇതിങ്ങനെ 2-3 തവണ കേട്ട് കഴിഞ്ഞപ്പോ ഒരു 12:30 എങ്ങാണ്ടായി ഞാനത് രാത്രി ഇത് കേട്ട് പഠിച്ചപ്പോ. അപ്പൊ ഞാനിങ്ങനെ എനിക്കൊരു പേടി, ഇനി ഞാനിട്ടത് തെറ്റാണെങ്കിലോ ഇതിനൊരു ലിറിക്സ് ഉണ്ടെങ്കിലോ ആ ഒരു പേടി. കറക്റ്റ് ഇലക്ഷൻ്റെ അന്ന് ഞാൻ വോട്ട് ചെയ്യാൻ പോണേ തൊട്ട് മുന്നേ ഞാനത് റെക്കോർഡ് ചെയ്ത് ഞാനത് ഇട്ടു. അപ്പൊ അത് പിടീന്ന് കത്തി. വേറെ ആരും പാടിയിട്ടില്ലല്ലോ, ലിറിക്സ് അറിയില്ലല്ലോ. അപ്പൊ ഇതങ്ങോട്ട് കേറി. പിന്നെ കമന്റുകള്, പിന്നെ ഇത് ചോദിച്ചു വരല്, അങ്ങനെയാണ് ബാക്കി എല്ലാവരും ഈ ട്രെൻഡ് പിടിച്ചത്. ആ പാട്ട് വഴിയാണോ കാണുന്നത്? അല്ല, ഞാൻ അതിനും വേറെ അറിയാം. പിന്നെ സെന്റ് പോൾസിൽ പഠിച്ചിട്ട്. അതെ അതെ. എന്റെ ഈ ഫ്രണ്ട് അർജുൻ എന്ന് പറഞ്ഞവൻ, അവൻ സെന്റ് പോൾസിലാണ് പഠിച്ചത്. അപ്പൊ സെന്റ് പോൾസിൽ പഠിച്ചപ്പോ എന്നോട് ഇങ്ങനെ പറഞ്ഞു, എടി എവിൻ എന്ന് പറഞ്ഞ ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്, അവൻ ഇങ്ങനെ ചെയ്തു തരുന്നതാണ്, നീ ഒരു പാട്ട് ചെയ്യുന്നിട്ട് നോ മൈ നെയിം എന്ന് പറഞ്ഞിട്ടുള്ള ആ ട്രാക്ക് എനിക്ക് അയച്ചു തന്നു. അപ്പൊ ഞാനിത് കേട്ടപ്പോ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ ഞാൻ നോക്കുമ്പോ ആളെന്നെ ഫോളോ ചെയ്യണ്ട്. അപ്പൊ ഞാൻ തിരിച്ച് മെസ്സേജ് ഇട്ട്, ആദ്യം മെസ്സേജ് ഇട്ടു. അത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ ട്രാക്കിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ ചേട്ടാ നോക്കി ഫുട്ബോൾ സോങ് ചെയ്യാന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഇരുന്നത്. എന്താണ് ജബ്രുവിന്റെ ലക്ഷ്യം? എന്താണ്, എവിടെ എത്തി നിൽക്കണം എന്നാണ്? ഇപ്പം ഞാൻ നേരത്തെ ആരും പറയാൻ വന്നല്ലേ, പപ്പ ഇപ്പോൾ റിട്ടയർഡ് ഫെഡറൽ ബാങ്കിലാണല്ലോ. അപ്പോൾ പപ്പക്ക് ഇതുവരെ ഒരു ജോബിന് വേണ്ടി ഇതായിരുന്നു. അപ്പോൾ ഞാൻ അതിനുവേണ്ടി ഫെഡറൽ ബാങ്കിൻ്റെ ക്ലർക്കിന് വേണ്ടി ഒരു ഇൻ്റർവ്യൂ ഒക്കെ എക്സാമൊക്കെ പാസ്സായിട്ട് ഇൻ്റർവ്യൂവിലേക്ക് പോയപ്പോൾ ഇൻ്റർവ്യൂവിൽ ഫംബിൾ ചെയ്ത് അവിടെ തന്നെ കളഞ്ഞ് ചെയ്യാൻ പറ്റും അത് ഇതൊക്കെ പറഞ്ഞ് എനിക്ക് മനസ്സിലാക്കിയത് തന്നെ ഇല്ലെന്ന്. അപ്പോൾ എന്നാണ് എനിക്കെന്താ പറയുക, ഒരു ഐ വോണ്ട് ഇൻസ്പയർ മാൻ. ഞാനിപ്പോൾ ഒരുപാട് പേരുടെ ബൈ പ്രൊഡക്റ്റ് ആയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. പാട്ടുണ്ടാക്കിയോട്ടെ അതിൻ്റെയൊക്കെ. അപ്പോൾ അതുപോലെ ഏതെങ്കിലും ഒരു സം പോയിന്റ് ഏതെങ്കിലും ഒരു കൊച്ചിനെ ഇതുപോലെ ഒരാളെ ഇൻസ്പയർ മേക്ക് സംതിങ് ലൈക്ക് ഐ വോണ്ട് ടു ഡു. ഒരു പോയിന്റിൽ എന്നെ നോക്കിയിട്ടോ അത് ആക്ച്വലി കൊള്ളാം, ആ പാട്ട് ആക്ച്വലി കൊള്ളാം, അങ്ങനെ ഉണ്ടാക്കിയത് പരിപാടി അടിപൊളിയാണ്. അപ്പോൾ അതുപോലെ എനിക്കും ആവണം എന്നുള്ളൊരു ലെവലിലേക്ക് ഒരാൾ ചിന്തിച്ചാൽ എനിക്കതാണ് എൻ്റെ ഒരു ഇത് കുറച്ച് നാളുകൾക്ക് ശേഷം ആൾക്കാർ ഈ വീഡിയോ കട്ട് ചെയ്തിട്ടാ അവൻ അന്ന് പറഞ്ഞത് അവൻ ഇന്നിപ്പോ എത്തി നിൽക്കുന്നത് എവിടെയാണെന്ന്. അങ്ങനെ വരും മാൻ. കാരണം നിങ്ങൾ രണ്ടുപേരും ഭയങ്കര ആത്മാർത്ഥമായിട്ടാണ് ഇതിലേക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇറങ്ങിയേക്കുന്നത്. ബ്രോ, ഇപ്പം ഞാനൊക്കെ പഠിക്കുന്ന ടൈമിൽ എനിക്ക് ഈ ആക്ടിങ്ങും ആങ്കറിങ്ങും ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം ഞാനൊക്കെ എക്സ്പീരിയൻസിൻ്റെ കാലഘട്ടത്തിലായിരുന്നു. അതായത് ഇപ്പം നമ്മൾ എന്ത് പറഞ്ഞാലും
എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു ഞാനൊക്കെ എൻ്റെ ചെറുപ്പമൊക്കെ വളർന്നു വന്നത്. അന്ന് നമുക്ക് ഇതുപോലെ ഒരു മൊബൈൽ പ്ലാറ്റ്ഫോമുകളില്ല നമുക്ക് നമ്മുടെ കഴിവ് കാണിക്കാനൊന്നും. അപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ആഗ്രഹം ഉണ്ടാവും, എനിക്കിത് കഴിവുണ്ട്, ഞാനിത് ചെയ്യും എന്ന് പറഞ്ഞാലും നിനക്കത് നോക്കട്ടെ ആദ്യം ഇവരൊക്കെ ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ആ സ്ഥലങ്ങളിലൊക്കെ ഇപ്പൊ നമ്മൾ ഭയങ്കര നെഞ്ചും വിരിച്ച് കയറി ചെല്ലുന്നുണ്ട്, നമ്മൾ വിളിച്ച് കയറ്റി ഇരുത്തുന്നുണ്ട് കേട്ടോ. അത് കാലം നമ്മൾ ആത്മാർത്ഥമായിട്ട് എന്ത് ട്രൈ ചെയ്താലും നമുക്ക് കിട്ടുമല്ലോ. അങ്ങനെ എവിടെയെങ്കിലും മാറ്റി നിർത്തപ്പെട്ട ഒരു ഫീലിംഗ് നിങ്ങൾക്ക് എവിടെയെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഇഷ്ടംപോലെ ഉണ്ട്. അനാമിക എവിടെ കിട്ടിയത്? അങ്ങനെയൊന്നല്ല, ഇപ്പൊ കറന്റ്ലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ഈ ട്രാക്ക് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് ഇത് അടിപൊളിയാണ്, നീ പാടിയത് അടിപൊളി, അങ്ങനെ പറഞ്ഞാൽ നമുക്കൊരു ക്ലോസ് ആയിട്ടുള്ള ഒരു സർക്കിൾ ഉണ്ടാവില്ലേ, അതിൽ നിന്ന് പോലും നമുക്കൊരു ഇത് ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറയാത്തൊരു സിറ്റുവേഷൻ എനിക്ക് ഇപ്പോഴും ഉണ്ട്. അതുപോലെ നല്ലൊരു ഫ്രണ്ട്സ് നമ്മൾ അവരിതിങ്ങനെ പ്രതീക്ഷിക്കും പറയുന്ന വിചാരിച്ചിട്ട് ഇപ്പോഴും പറയാത്തവരുണ്ട്. ഫ്രണ്ട്സ് ആണെങ്കിലും ഇപ്പൊ ഫാമിലി ആണെങ്കിലും അല്ലെങ്കിൽ അടുത്തുള്ളവരാണെങ്കിലും ഇപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ ഒരു ട്രാക്ക് ഇറങ്ങി നമ്മൾ പ്രതീക്ഷിക്കുമല്ലോ നമ്മുടെ ഇത്ര നാളത്തെ ഒരു ഫ്രണ്ടാണ്, നമുക്കിങ്ങനെ ഒരു അടിപൊളിയാണ് അങ്ങനെ പറയുന്നതായിരിക്കല്ലോ. അങ്ങനെ പറയാത്തവരുണ്ട്, ഇപ്പോഴും ഉണ്ട്. അതല്ലാണ്ട് ഇതിന് മുന്നേ ഞാൻ ട്രാക്ക് ചെയ്തിടുമ്പോൾ ഞാൻ എൻ്റെ അല്ലാണ്ടുള്ള ഫ്രണ്ട്സിനോടാണെങ്കിൽ ഞാൻ ഇങ്ങനെ ചോദിക്കും, എടി ഞാനിതിങ്ങനെ ഇടട്ടെ എന്ന് പറഞ്ഞപ്പോൾ നിന്നെ കൊണ്ട് പറ്റണ കാര്യമാണോ അങ്ങനെ ചോദിച്ചവരുണ്ട് എൻ്റെ അടുത്ത്. നിന്നെ കൊണ്ട് ഈ ഇംഗ്ലീഷ് പാട്ടൊക്കെ പാടാൻ പറ്റുമോ, നിനക്ക് ഇംഗ്ലീഷൊക്കെ അറിയോ, അല്ലെങ്കിൽ നിനക്ക് അതങ്ങനെ വരുമോ, അങ്ങനെ ചോദിച്ചവരുണ്ട്, ഒത്തിരി പേരുണ്ട്. അത് നമ്മളിങ്ങനെ പറയുമ്പോൾ തന്നെ അത് അവോയ്ഡ് ചെയ്ത് പോയവരും ഉണ്ട്, അങ്ങനെയുള്ളവരുണ്ട്. പക്ഷെ അവരുടെ ഒക്കെ മുന്നിൽ ഞാനിപ്പോ ഒരു ഫീമെയിൽ റാപ്പർ എന്നുള്ള പൊസിഷനിൽ വന്നിങ്ങനെ എനിക്ക് തോന്നുന്നത് അത് നമ്മുടെ കൂട്ടുകാർക്കും നമ്മൾ ഇതിന് മുമ്പ് അറിയാവുന്നവർക്കൊക്കെ എനിക്ക് തോന്നുന്നത് അത് നമ്മളെ ആ ഒരു അതെന്തോ പറയുമോ അതിന് അതിൽ നമ്മൾ ഇതിന് മുമ്പ് അറിയാം നമ്മുടെ കുറ്റങ്ങളും കുറവുകളും നമ്മുടെ മണ്ടത്തരങ്ങളും എല്ലാം അറിയാവുന്നവരാണല്ലോ നമ്മൾ ഈ പരിപാടിക്ക് ഇറങ്ങണം. സോ നമ്മളിപ്പോൾ എന്തെങ്കിലും ലെജൻഡറി ആയിട്ട് എന്തെങ്കിലും ചെയ്താൽ പോലും അവർക്ക് അത് അതൊരു ഹെയ്റ്റ് അല്ല. അത് എനിക്ക് തോന്നുന്നത് അതിലുപരി അത് ആ ഒരു സാധനം ഗ്രാസ്പ് ചെയ്യാനുള്ള ആ ഒരു പോയിന്റ് അവർക്ക് എത്തില്ല. കാരണം ഇവർക്ക് അറിയാവുന്നത് നമ്മുടെ വർഷം എന്ന് പറഞ്ഞാൽ അതിന് മുമ്പുള്ളതാണ്. സോ അത് എത്ര വലിയ നമ്മൾ ലെജൻഡറി സാധനം ചെയ്താലും അത് അങ്ങനെ പറ്റില്ല. അങ്ങനത്തെ ഒരു എടുത്ത് വരുമ്പോ എന്താന്ന് വെച്ചാൽ നമ്മൾ ചോദിച്ചിട്ടും പറയാത്തവരില്ലേ, അറിയാത്തവരാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഞാൻ തന്നെ പറയുകയാണെങ്കിൽ നമ്മൾ ഗ്രൂപ്പിലേക്ക് എന്തെങ്കിലുമൊക്കെ ഷെയർ ഗ്രൂപ്പിലേക്ക് ഒരു 100-100 പേരൊക്കെയുള്ള ഗ്രൂപ്പായിരിക്കും. ആ ഗ്രൂപ്പിലേക്ക് ഒരു സാധനം ഇട്ട് അതിനൊരു ലൈക്ക് അടിക്കാൻ പഠിക്കണവരുണ്ട് ഇപ്പോഴും. പക്ഷെ അപ്പൊ ഞാൻ ചിന്തിക്കും, കാര്യം എനിക്ക് ആ ഹെയ്റ്റ് വന്നത് ഞാൻ ഇത്ര നല്ലൊരു പൊസിഷനിൽ എത്തിയത് അവർക്ക് സഹിക്കാത്തത് കൊണ്ടാണ്. അപ്പൊ അതിലെനിക്ക് സന്തോഷമുണ്ട് അവരങ്ങനെ പറയുമ്പോ. ഉപരി വിഷമം ഉണ്ടായിരുന്നു, 2 ദിവസത്തേക്ക് വിഷമം ഉണ്ടാവില്ല, പിന്നെ ഇങ്ങനത്തെ സിറ്റുവേഷൻ ഫേസ് ചെയ്യാം. അങ്ങനെ പൊതുവെ ഇങ്ങനെ പറഞ്ഞ പോലെ എനിക്കിങ്ങനെ ഒന്നും അവസരങ്ങൾ ഉണ്ടായിട്ടും പോവാത്തവർക്ക് ഇങ്ങനെ പേടിയായിട്ട് ഇങ്ങനെ ഒളിച്ച് ഇങ്ങനെ കുറെ അവസരങ്ങൾ വേണ്ടെന്നൊക്കെ വെച്ചിട്ടുണ്ട്. ആരും ഷോവും നടക്കൂല എന്നുള്ള രീതിയിൽ. അതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ അവഗണിക്കപ്പെട്ട കാര്യം വന്നിട്ടില്ല. എന്റെ ഈ ഒരു ഓൺ ട്രാക്ക് ഇറങ്ങണം എന്നുള്ള എന്റെ മാത്രം ഒരു ലക്ഷ്യമായിരുന്നു. അതെ, ഞാനിത് പറയണമെന്ന് വിചാരിച്ചിരിക്കും. കാരണം ഞാനിത് മാനിഫെസ്റ്റ് ചെയ്തിരുന്നു എന്റെ സോങ് ഇറങ്ങണം എന്നുള്ളത്. ഞാനിങ്ങനെ ഓൺ സോങ് 2026 എന്ന് പറഞ്ഞ രീതി ഫോണിന്റെ വാൾപേപ്പർ ഇട്ടിരുന്നു. അതെ, എനിക്കൊരു ഓൺ ട്രാക്ക് അതെ ഇതാകുമ്പോ മിണ്ടിട്ടൊന്നുമില്ല, ഒരു ഐഡിയ ഇല്ലാണ്ട് നേരെ ഞാൻ ഈ 2026 സ്റ്റാർട്ടിങ്ങിൽ നമ്മള് ഡിസംബർ ലാസ്റ്റ് എത്തുമ്പോ നമ്മള് മാനിഫെസ്റ്റേഷൻ നമുക്കൊരു ലിസ്റ്റ് ഉണ്ടാവും. എനിക്കത് വിശ്വാസം ഉണ്ടായിരുന്നില്ല. അതായത് ഇതിലൊക്കെ എന്ത് അങ്ങനെ വിചാരിച്ചതാണ് ഞാൻ. പക്ഷെ ഇങ്ങനെ ഒരു 12 പാട്ട് എനിക്ക് കവർ ചെയ്ത് ഇടണം എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നിന്നും ഓൺ ട്രാക്ക് ഇറങ്ങണം എന്നുള്ളതും ഞാൻ മാനിഫെസ്റ്റ് ചെയ്ത് എൻ്റെ ഫോണിന്റെ വാൾപേപ്പറൊക്കെ ഇട്ടതാണ്. ഞാൻ ഈ ഒരു 6 മാസം കഴിഞ്ഞ് ഇവിടെ വന്നിരിക്കണം എൻ്റെ ഒരു ഓൺ ട്രാക്കിന്റെ ഇന്റർവ്യൂവിന്. ശരിക്കും അടിപൊളിയാണ്. ഞാൻ എല്ലാവരോടും പറയുന്നത് എല്ലാവരും അത് ചെയ്യാൻ പരിശ്രമിച്ചാൽ ഒരുപാട് റാപ്പേഴ്സ് ട്രാക്കുകളൊക്കെ നമുക്ക് വന്നോണ്ടിരിക്കുന്നത്. ഇതിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ഇനി ചെയ്യണം ഒരു ഐഡിയ ഉണ്ടോ? എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ആ റാപ്പേഴ്സിന്റെ കൂട്ടത്തിൽ എനിക്ക് തോന്നുന്നുള്ള ഞാൻ ആ കറിക്കുലത്തിൽ ഫിറ്റ് ചെയ്യുന്നു. കാരണം ഞാൻ മൊത്തത്തില് ഞാൻ പറഞ്ഞു അവരുടെ കൂട്ടത്തിൽ പറ്റുന്നില്ല ബ്രോ വരുന്നത് വേറെ വഴി. ഒരുപാട് ഗ്രേറ്റ് റാപ്പേഴ്സ് ആക്ച്വലി ഉണ്ട്, എൻ്റെ ഫ്രണ്ട്സ് തന്നെ ഒരുപാട് പേരുണ്ട്. ക്രേസി പീപ്പിൾ ആർ ഇൻ ദിസ് ഗെയിം. പക്ഷേ എൻ്റെ മനസ്സിൽ ഇപ്പം ഇത്രയും കൂടി റാപ്പ് ശരിക്കും പറഞ്ഞാൽ ഈ പാട്ട് പോലും ഞാൻ റാപ്പ് വേണ്ട ഇവളുടെ പോർഷൻ ചെയ്തിട്ട് ബാക്കി എനിക്കൊരു പാട്ടിൽ പിടിക്കാന്നുണ്ടെങ്കിൽ കുറെ മെലഡീസ് വരാറുണ്ട്. ഞാൻ ഇപ്പം ഇറക്കിയേക്കണ കുറച്ച് മെലഡീസ് എനിക്ക് ഇതിനേക്കാൾ ഞാൻ എൻജോയ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ മെലഡീസ് ആണ്. കാരണം മൊത്തം അതാ വന്നത് തലയിൽ. ഇവൻ നമ്മുടെ പാട്ടിൽ വെച്ചേക്കണ ഹുക്ക് പോലും ഞാൻ അതാണ് ഏറ്റവും റാപ്പിനേക്കാൾ എഴുതിയപ്പോൾ എൻജോയ് ചെയ്തേക്കണം. അതാണ് തല. അങ്ങനെ കുറച്ച് എല്ലാം ട്രൈ ചെയ്യണമെന്ന് എനിക്ക്. നമ്മുടെ ഏറ്റവും വലിയ സ്കില്ല് എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും നമുക്ക് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഏറ്റവും വലിയ സ്കില്ല് നമുക്ക് എന്ത് ഇഷ്ടപ്പെടുന്നു എന്ത് ഇഷ്ടമല്ല എന്നുള്ളൊരു അറിയാവുന്ന ടേസ്റ്റ് ആണല്ലോ.
തീർച്ചയായിട്ടും അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളെ. ബ്രോ ഞാൻ കേട്ടെ ഏതെങ്കിലും ഒരു മെലഡി ഒരെണ്ണം ബ്രോ ഒന്ന് ട്രൈ ചെയ്യാമോ? എൻ്റെ ഒരു പാട്ട് നെക്സ്റ്റ് ഇറങ്ങുന്നുണ്ട്. സോ അങ്ങനെ ഒരു സാധനം തീവ്രം എന്നൊരു പാട്ടാണ് എൻ്റെ ദിസ് ലൈക്സ് പേഴ്സണൽ ആൻഡ് അങ്ങനെ സിംഗർ ഇങ്ങനെ. എന്തിനാ നിന്റെ മനസ്സിൽ പരിഭവം, നീ മാറ്റിവെക്ക് നിന്റെ മനസ്സിനെ തടയുന്ന ഭയം, ആലോചിച്ചിരുന്നിട്ട് എന്ത് ഫലം, കരം പിടിക്കാട്ടി തര സ്നേഹത്തിന്റെ ഉറവിടം ഇപ്പോൾ തീവ്രം, എൻ്റെ ഉള്ളിലെ മുറിവിന്റെ ഭാരം വലഞ്ഞു എരിഞ്ഞു എനിക്കിപ്പോൾ നല്ല ദാഹം, തേടി നടന്നു മറഞ്ഞു ഒരു നല്ല മോഹം, എനിക്കും കാണണമേ സ്വർഗലോകം, നല്ല സുപ്രഭാതം, നീലാകാശം, ഒരു നല്ല മാറ്റം, അയ്യോ തീവ്രം, എൻ്റെ ഉള്ളിലെ മുറിവിന്റെ ഭാരം. അതൊരു പോർഷനാണ് പാട്ടിൻ്റെ. അത് ആക്ച്വലി ഇതിൻ്റെ മെലഡി തന്നെയുള്ളത്. എൻ്റെ സ്വന്തം സിസ്റ്റർ, അവള് പാട്ടൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ അവളുടെ വെച്ചിട്ടൊരു പാട്ടും ഇങ്ങനെ സിസ്റ്ററായിട്ട്. ഓക്കെ. കൂരിരുട്ടിൽ നീ കണ്ടു ഭയച്ച ഒരു മൂങ്ങ പോലെ, ലോകത്തിലേക്ക് അയച്ച ഒരു പ്രവാചകനെ പോലെ, ഇവിടെ ഉദിച്ചു കയറി നിന്റെ കർമ്മ മുഴുവൻ നന്മ ചെയ്തു ഞാൻ, പഠിച്ച പാഠം പലതും മറന്ന നിമിഷം അന്ധകാരം നിറഞ്ഞ സമയ പതിയെ പലതും കാഴ്ചവെക്കാം എന്ന ഉൾക്കരുത്തിൽ മുന്നേ വന്നുദിച്ചു നിന്റെ ഓർമ്മകൾ, തലച്ച പണ്ട് തകർന്ന നിലയിൽ വിജനവതികൾ പൊട്ടിത്തെറിച്ചങ്ങ് കത്തി 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 ആളിക്കത്തുന്ന തീക്കനലായി കുരിശു നിന്ന് ഞാൻ ഈ വടികൾ കത്തന കഥകൾ പറഞ്ഞുകൊണ്ട് മേലെ മേലെ നീ താഴെ താഴെ ഞാൻ തിരികെ പറക്കെ പറക്കെ ഒറ്റപ്പെടുത്താതെ കൂട്ടുകുടുംബം പോലെ നമ്മൾ ദൂരെ ദൂരെ ചന്ദ്രമേഘ മോഹ ജീവിതം, കണ്ണടക്ക് മുൻപ് കൺമറഞ്ഞു പോയവർക്ക് ഇതെന്തു ഭാഗ്യം, ഞാൻ ചരമഗീതമ കുറിച്ച കവിത ആരമില്ലാതെ ഒറ്റയ്ക്ക് ജീവനെ വെറുത്ത് സ്വയം നിരമ്പിൽ ഇരുമ്പ് ദൂരെ മറഞ്ഞു രൂപി പോലെ നിരപരാധികൾ ഞാനീ കാണും. ധനീത്രോചന കടലൊഴുകുന്നൊരു തീരവുമായി ഒന്നിച്ചൊന്നായി ദൂരെ ദൂരെ. ബാക്കി പാട്ട് കേട്ടാ ഇത് നമ്മൾ അരൂപി എന്നുള്ള സാധനം നമ്മൾ നെക്സ്റ്റ് ഇറങ്ങാനുണ്ട്. ഇത് എന്താണ് ഞാൻ ഇപ്പൊ ഈ വേൾഡ് കപ്പ് സോങ് കൊമേഴ്ഷ്യൽ ആണ്, എനിക്ക് മോർ ഇങ്ങോട്ടേക്കാണ് ഞാൻ ചാഞ്ഞ് നിൽക്കണത്. ഇങ്ങനെ ഒരു സാധനം ഇപ്പൊ തന്നെ ഈ മൂഡ് പോകുന്നതിന് മുമ്പ് എന്റെ ആഗ്രഹം കൊണ്ട് ചോദിക്കണം ഒരെണ്ണം കൂടി. ഏതെങ്കിലും ഒരു സാധാരണ ഒരു മലയാളം മെലഡി സോങ് ഒരെണ്ണം ഒന്ന് ജസ്റ്റ് ഒരു രണ്ടൊരു പാടാമോ? മനസ്സിലായോ? ഏതെങ്കിലും ഒരു മലയാളം പാട്ട്, ഈ റാപ്പ് അല്ലാതെ നമുക്ക് ഇപ്പൊ പാടി കേട്ട് പരിചയമുള്ള ഏതെങ്കിലും ഒരു പാട്ട് അറിയാമോ? എനിക്ക് ഇതുപോലെ എഴുതി കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനെ ആൾക്കാരെ കൊണ്ട് പാടി. പക്ഷെ എനിക്കുള്ള ഒരു വോക്കൽ ടോൺ എനിക്ക് എന്റെ പാട്ട് പഠിക്കാത്തതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ബ്രോനെ കണ്ടേക്കുന്ന വേറൊരു സൈഡാണ്. ഈ സൈഡ് അധികം കണ്ടിട്ടില്ല, പക്ഷെ അത് നല്ല രസമുണ്ട്. അതിൽ ലോക്കാവാതെ ഇപ്പുറത്താണ് നീ പോയാൽ മതി. പക്ഷെ ഇത് നല്ല രസമുണ്ട് കേൾക്കാൻ വേണ്ടിട്ട്. അതുകൊണ്ട് ചോദിച്ചാൽ ഒരു പാട്ട് ഇപ്പൊ കേട്ടോ അനാമിക ഒരു പാട്ട് പാടിക്കേ. ഇത് അങ്ങോട്ടാണ് പാസ് അല്ലേ ബ്രോ? അല്ല ഞാൻ പറഞ്ഞത് എന്താ പറയുക സംഭവം, എനിക്കൊരു എന്നെ പെർസീവ് ചെയ്യുന്ന ഒരു ഇമേജ് ഉണ്ടല്ലോ, അതങ്ങോട്ട് മാറിപ്പോണല്ലേ. ഞാൻ പറയും ക്യാമറ ഓഫ് ചെയ്ത് എന്ത് പാട്ട് കച്ചേരിയാണ് പിന്നെ മനസ്സിലായി. കച്ചേരി പോലാന്ന് ഓക്കെ. അനാമിക ഒരു മലയാളം ട്രാക്ക് പാടി. അയ്യോ എനിക്കങ്ങനെ പിടിന്ന് പറഞ്ഞാൽ ഞാനിപ്പോ ഏത് പാടാനാ? ഇത് ഈ പേടിക്കുന്ന ആളെ ഇൻസ്റ്റ ഒന്ന് നോക്കി കഴിഞ്ഞാൽ தமிழ் சாங் ட்ரை பண்ணலாமா? உனக்கு நீ எனக்கு நீ இருக்கிற கணக்கு நீ மதிச்சிட்ட மனசுல மந்தர கோலன்னு விதைச்சவ மறுபடி உம்மகம் பாத்திர தத்தி தாவர நித்தம் வேங்குற உன் சிறப்புல மயங்கி விழுந்தபடி காதல் கேள்வி உன்னை காதல் கேட்டிடவா மனுமுருகிட பாட்டு பாடிடவ பாதி இதயத்தினி முழுமையாக்கிடுவ பட்டத்துல ரவணபுல் பத்திரமா பத்தக்கவ பார்த்தவர பத்தல அந்த பக்கத்துல வந்துடுவ பட்டத்தை எதுவும் இன்றி எனக்குள்ள வரவையா பயத்தை விலக்கி ஒரு முத்தமுன்னு தரவையா என் மூச்சது முடியல முன்னிறம் அங்கை மடியில வாழ நேரணும் என் பேச்சது கவிதையாகிட காதினோர நீ கானம் பாடணும் மாறாத்தது காதலின் நியதி மனமாறிட சேருது முருதி என பிரிந்து தூரம் சென்றாலும் மார்வோடு நான் சேருது முருதி. ഒരു രക്ഷയില്ല. പൊളി പൊളി പൊളി. ഇപ്പോ പഠിക്കുന്ന ടൈമിലൊക്കെ ഇല്ലേ, സ്കൂളിലൊക്കെ പഠിക്കുന്ന ടൈമിൽ സ്റ്റേജിൽ കയറിയിട്ടുണ്ടോ? ഒരു 10th വരെ ആ ഒരു കാലഘട്ടത്തിൽ സ്റ്റേജിൽ കയറിയിട്ടുണ്ടോ? ഇല്ല, കയറിയിട്ടില്ല. പഠിക്കുമ്പോ ഞാൻ 3ാം ക്ലാസ്സിലേക്ക് എന്തോ ഒരു നാടകമൊക്കെ ചെയ്തിട്ടുണ്ട്. അത് മാത്രമേ ഞാൻ പിന്നണി പരിപാടിയാണ്, മുന്നണി പരിപാടി ഇല്ല, വേദിയിലേക്കില്ല, പുറകില് സ്ക്രിപ്റ്റ് ഒക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ. നാടകം എഴുതിയിട്ടുണ്ടോ? ഇപ്പൊ എനിക്കിപ്പോ വെറുതെ ചോദിച്ചപ്പോ ഐഡിയ ഒന്നാണ്, അല്ലാണ്ട് വലിയ തേങ്ങയൊന്നുമില്ല. ചെറിയൊരു പരിപാടിയായിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. 3ാം ക്ലാസ്സിലൊക്കെ വെച്ചിരിക്കുന്ന ബിഹൈൻഡ് ദ ക്യാമറയാണ് ചെറിയ പരിപാടിയൊക്കെ. ഓക്കെ. പിന്നെ അല്ലാതെ സ്റ്റേജിലേക്ക് കയറാനൊക്കെ ഒരു മടിയായിരുന്നു, ചമ്മലായിരുന്നു. ആക്ച്വലി ബ്രോ ഒരു ഇൻട്രോവേർട്ട് ആണ്. അതെ അല്ല അങ്ങനെ വേറെ വഴിയില്ലല്ലോ അങ്ങനെ. അതെ അതെ വഴിയില്ല, അതെ സമ്മതിക്കല്ലേ. ഓക്കെ. എങ്ങനെയായിരുന്നു നമ്മളെങ്ങനെയായിരുന്നു അനാമിക എങ്ങനെയായിരുന്നു? അത് ഇപ്പൊ എന്റെ വീട്ടുകാരും ഇതേ കൺഫ്യൂഷനിലാണ് നിക്കണേ. ഞാൻ ആക്ച്വലി ഫുട്ബോൾ സ്റ്റേറ്റ് പ്ലെയർ ആണ്. എനിക്ക് ഫുട്ബോളിന് അങ്ങനെ അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല, എന്നാലും ഇഷ്ടമുണ്ട്. ഞാൻ സ്റ്റേറ്റ് പ്ലെയർ ആണ്. അപ്പൊ ഞാൻ സ്പോർട്സ് അതുപോലെ ഞാൻ ക്ലാസിക്കൽ ചെയ്യും, ആർട്സ് അങ്ങനെ എല്ലാത്തിലും ഞാനുണ്ട്. പക്ഷെ
ഡാൻസും ഞാൻ ചെയ്യും. ചെയ്യാത്തതിന്റെ ലിസ്റ്റ് പറഞ്ഞാൽ മതി, അതാകുമ്പോ കുറവായിരിക്കും. അപ്പൊ ഞാൻ പാടാത്തത് ശരിക്കും ഇതുപോലത്തെ മെലഡീസ് മലയാളം അങ്ങനെ ആയിരിക്കും. പക്ഷെ എന്നാലും ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ നമ്മൾ ഈ ഗ്രൂപ്പ് സോങ്ങിലൊക്കെ ചെറുതായിട്ട് നിന്നിട്ടുണ്ട്, യൂണിവേഴ്സിറ്റി ഫെസ്റ്റിവൽ അങ്ങനെയൊക്കെ നിന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇംഗ്ലീഷ് എനിക്ക് തോന്നുന്നു ഇത്ര ഇങ്ങനെ വന്നത്, എനിക്കൊരു സാറുണ്ട്, ഞാൻ ലോജിസ്റ്റിക്സ് പഠിച്ചതാണ്. അപ്പൊ സാറ് ഈശ്വർ സാറാണ് എന്നെ, ഞങ്ങൾ ഈ പത്രമൊക്കെ വായിപ്പിക്കും, ഇംഗ്ലീഷ് പത്രം ക്ലാസ്സിലെത്തി. അപ്പൊ സാറിന് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിലൊക്കെ എന്നോടാ പറയാ. ഇപ്പൊ ആരെങ്കിലും ഗസ്റ്റുകൾ വന്നാൽ ഇംഗ്ലീഷിൽ നമ്മള് ആങ്കറിങ് ചെയ്യാനൊക്കെ ആയിട്ട്, അങ്ങനെയാണ് എന്നെ ഇംഗ്ലീഷ് എന്നുള്ള രീതിയിലേക്ക് വിട്ടത് ഈശ്വർ സാറാണ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി എനിക്ക് ഇംഗ്ലീഷ് ഇത്രയും ഫ്ലുവൻ്റ് ആയിട്ട് വരും എന്നുള്ളത്, നാവിൽ വരും എന്നുള്ളത്, ആ ഒരു സ്വാങ് കിട്ടും എന്നുള്ളത്. പിന്നെയാണ് ആ ഒരു കോൺഫിഡൻസിലാണ് ഞാൻ ഈശ്വർ സാറ് കാരണമാണ് ഞാൻ ഇവിടെ ഈ കലാകാരനെയൊക്കെ ഗിഫ്റ്റ് ചെയ്തത്. അതെ, അങ്ങനെ ഒന്ന് നിൽക്കുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും ഇനിയിപ്പോ ഫ്യൂച്ചർ പരിപാടികളെല്ലാം ഓണാവട്ടെ, ഇനി ഒരുപാട് 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 ഉയരങ്ങളിലേക്ക് നിങ്ങൾ എത്തട്ടെ. ഇനി അടുത്ത ഇന്റർവ്യൂവിന് നിങ്ങൾ വിളിക്കുമ്പോൾ നിങ്ങളെ എനിക്ക് കിട്ടരുത്, അത്ര തിരക്കിലേക്ക് പോകണം നിങ്ങൾ. ഇനി ഇങ്ങോട്ട് വരില്ല അത്. ഓക്കെ മച്ചാ, എന്തായാലും വളരെ 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 സന്തോഷം. ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ. എന്തായാലും ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം ബ്രോ ആണെങ്കിലും ജോലി വിട്ടിട്ട് വന്നാണ്, ബാംഗ്ലൂരിൽ നിന്ന് ജോലി വിട്ടിട്ട് വന്നാണ് ഇതിലേക്ക് ഇറങ്ങി. നിങ്ങൾ തിരഞ്ഞെടുത്ത വഴി കറക്റ്റാണ്, കാരണം എല്ലാം നിങ്ങൾക്ക് അനുകൂലമായിട്ടുണ്ട്. കാരണം നിങ്ങൾ പോകുന്നത് അത്ര ആത്മാർത്ഥമായിട്ടാണ്. ലോകം അറിയപ്പെടുന്ന റാപ്പേഴ്സായി മാറട്ടെ, എല്ലാവിധ ആശംസകളും. ഓക്കെ ബ്രോ, താങ്ക് യു സോ മച്ച്.